കഥ തുടരുന്നു. ജീവിതം എന്ന് വെച്ചാൽ ഒരു തെളിവും അവശേഷിക്കാതെ കടന്നുപോയ ഒരു ഭൂതകാലമാണെന്ന് രത്നമേഖല പറഞ്ഞത് പരിമളം എപ്പോഴും ഓർക്കാറുണ്ട്. അത് പറഞ്ഞത് സത്യത്തിൽ രത്നമേഖലയല്ല, ഏതോ പ്രശസ്തനായ കവിയാണ്. ആളുടെ പേരൊന്നും പരിമളത്തിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. കവിത പറയുന്ന മാമിയാരും കടങ്ങതുപോലെ സംസാരിക്കുന്ന സ്നേഹിതയും അവളെ കുഴയ്ക്കാറുണ്ട്. നീ നോക്കൂ, മുമ്പ് ഞാൻ ഇവിടെയായിരുന്നു, എന്തായിരുന്നു, അതൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. ഞാൻ പോലും അതൊക്കെ മറന്നിരിക്കുന്നു. ഇന്നത്തെ ജീവിതവും നാളെ ഭൂതകാലമാവും മാഞ്ഞു പോകും. ഈ സ്ത്രീ മരിക്കുന്നതോടെ 6-7 വർഷം ഞാൻ അവരെ നോക്കിയിരുന്നു എന്ന കഥ തന്നെ മാഞ്ഞു പോവുകയല്ലേ. അവരെ തന്നെ ആരും ഓർക്കാതാവും. പിന്നല്ലേ അവരെ ശുശ്രൂഷിച്ചിരുന്ന എന്നെ. രത്നമേഖല മുറിക്കുള്ളിൽ അവളുടെ പതിവ് ജോലികൾ ചെയ്തുകൊണ്ട് പരിമളത്തോട് സംസാരിച്ചു. രാവിലെയായിരുന്നു. ജ്ഞാനശേഖരവും മരതകവും ഏതോ കല്യാണത്തിന് പോയതുകൊണ്ട് പരിമളം ഒറ്റയ്ക്കായിരുന്നു. അതാണ് അവൾക്ക് രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയത്. എല്ലാം എന്നത്തെയും പോലെ തന്നെ. വിനോദാമ്മയുടെ വിരിപ്പുകൾ അപ്പോൾ മാറ്റിയിട്ടതേയുള്ളൂ. വെയിലിൻ്റെയും ഡെറ്റോളിൻ്റെയും മണമുള്ള ഷീറ്റുകൾ. അവരുടെ മേലെ തുടച്ച് പുതിയ ഉടുപ്പുകൾ അണിയിച്ചിരിക്കുന്നു. മുഖത്ത് തുടുപ്പും തിളക്കവുമുണ്ട്. നെറ്റിയിൽ ഓറഞ്ച് നിറത്തിലുള്ള കുറി. മുടി കോതി മുകളിൽ കെട്ടുന്നതിന് പകരം ഇന്ന് പിന്നിയിട്ടിരിക്കുകയാണ്. പരിമളം കൊണ്ടുവന്ന പിച്ചിമാലയിൽ നിന്ന് അല്പം പൊട്ടിച്ചെടുത്ത് രത്നമേഖല ആ പിഞ്ഞലിൽ കോർത്തിട്ടു. ജീവിതത്തിൽ അവർ പൂ ചൂടിയിട്ടുള്ളത് എത്രയോ വിരളമായ സന്ദർഭങ്ങളിലായിരിക്കും. രത്നമേഖലയുടെ വാക്കുകൾ കേൾക്കാൻ അവർ ആകാംക്ഷയോടെ ചെവി കൂർപ്പിച്ച് മുഖത്ത് തന്നെ നോക്കുന്ന പോലെ പരിമളത്തിന് തോന്നി. അവർക്കൊരു പക്ഷേ പറഞ്ഞതെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിലോ. അപ്പോൾ തന്നെ രത്നമേഖലയും അതിനെപ്പറ്റി പറഞ്ഞു. കണ്ടോ, ഞാൻ ഇവരുടെ മരണത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെ മുഖത്തേക്ക് തന്നെ നോക്കുന്നത്. പേടിക്കേണ്ട അമ്മേ, നമ്മളൊക്കെ ഒരേ വഞ്ചിയിലാണ്. ദഹിപ്പിച്ചാൽ ചാരമായിട്ടോ കുഴിച്ചിട്ടാൽ മണ്ണായിട്ടോ തീരാനുള്ളവർ. ആരാണ് ആദ്യമെന്ന് പോലും അറിയില്ല. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നമ്മളൊക്കെ മാഞ്ഞു പോവും. ഞാനും ഇവളുമൊക്കെ ഇല്ലാതാവും, ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളേ ഇല്ലാതെ. പരിമളത്തെ ചേർത്തണച്ച് രത്നമേഖല അവരോട് പറഞ്ഞു. എന്നിട്ടും ആ മുഖത്ത് ആശ്വാസം പരന്നതായി പരിമളത്തിന് തോന്നിയില്ല. തുറിച്ചുനോട്ടം വ്യത്യാസപ്പെട്ടതായിട്ടും. ചിലപ്പോൾ അമ്മയ്ക്ക് കാഴ്ച കുറയുന്നുണ്ടാവാം. ഇത്രയും വർഷങ്ങളായില്ലേ. നിഴൽ പോലെ കാണുന്ന ദൃശ്യങ്ങൾ നഷ്ടപ്പെടാതെ പിടിച്ചെടുക്കാനാവും ഇത്രയും സൂക്ഷ്മമായി നോക്കുന്നത്. വിപിരൻ അമ്മയെ ഡോക്ടറെ കാണിക്കില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് പറയുക. കാഴ്ചയുടെ കാര്യം സംശയം പറഞ്ഞപ്പോൾ അമ്മ ഇനി പെട്ടെന്ന് പത്രം വായിക്കാനൊന്നും പോകണില്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ കുരുടിയാക്കണ്ട എന്നും എന്നോട് ബഹളം വെച്ചു. വാ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അമ്മ സ്വസ്ഥമായി കിടക്കട്ടെ. അവരുടെ കവിളിൽ തലോടി കുറച്ചു നേരം സുഖമായി കിടക്കൂ അമ്മേ എന്ന് മന്ത്രിച്ച് പിച്ചിപ്പൂമാലയുടെ ബാക്കി ദൈവങ്ങളുടെ ചിത്രത്തിന് മുന്നിൽ വെച്ച് വാതിൽ ചാരി രത്നമേഖല പരിമളത്തെയും കൂട്ടി മുറിക്ക് പുറത്ത് കടന്നു. നീ എന്താ കല്യാണത്തിന് പോകാത്തത്? പട്ടുപുടവ, പൂവ്, പണ്ടങ്ങൾ ഒക്കെ കെട്ടി ചമഞ്ഞൊരുങ്ങി പോകാമായിരുന്നല്ലോ. പരിമളം നിസ്സാരമാക്കി ചിരിച്ചു. ബസ് കയറി ഛർദ്ദിച്ച് അവശയായി കല്യാണത്തിന് പോകുന്നതിലും എത്ര സുഖമാണ് തണുപ്പുള്ള ഈ അകത്ത് രത്നത്തിനൊപ്പം ഇരിക്കുന്നത്. അമ്മയുടെ കേൾവിക്കും കാഴ്ചയ്ക്കുമൊന്നും ഒരു പ്രശ്നവുമില്ല പരിമളം. എനിക്ക് തോന്നുന്നത് അതൊക്കെ കൂടുതൽ ഷാർപ്പാകുകയാണെന്നാണ്. ഈ കിടപ്പിൽ കിടന്ന് അവർ ഇന്ദ്രിയങ്ങളെ രാഗി മിനുക്കുകയാവും. എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചോട്ടെ എന്ന് കരുതിയാണ് ഞാനപ്പോൾ അങ്ങനെ പറഞ്ഞത്. നീ നോക്കിക്കോ, ഇന്ന് വിപിനൻ ഉച്ചയ്ക്ക് വരുമ്പോൾ എന്നോട് ചോദിക്കും ഇവിടെ ആരാ വന്നതെന്ന്. ആദ്യമൊക്കെ ഞാൻ സംശയിച്ചത് അയാൾക്ക് മണം പിടിക്കാനുള്ള കഴിവ് വല്ലതും ഉണ്ടെന്നായിരുന്നു. പിന്നെ മനസ്സിലായി അമ്മയുടെ അടുത്ത് പോയിരുന്നിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ചോദ്യം ചെയ്യലെന്ന്. വന്നാലുടനെ കൈയും മുഖവും കഴുകി അമ്മയ്ക്കരികിൽ കുറച്ചു നേരം ഇരുന്നിട്ടേ അയാൾ മറ്റെന്തും ചെയ്യൂ. ചായയ്ക്ക് വെള്ളം വെക്കുന്നതിനിടയിൽ രത്നം ഒച്ചയടക്കി രഹസ്യം പറയുന്നത് പോലെ പറഞ്ഞു. പരിമളം അതിശയത്തോടെ കേട്ടു നിന്നു. അങ്ങനെയായിരിക്കുമോ എന്ന് സംശയിക്കുകയും ചെയ്തു. വർഷങ്ങളായി കിടന്ന കിടപ്പിൽ ജീർണിച്ചു കൊണ്ടിരിക്കുന്ന വിനോദമ്മയ്ക്ക് പരിസരങ്ങളെ നിരീക്ഷിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നത് എങ്ങനെയാവും? വാക്കുകളില്ലാതെ അവർ എങ്ങനെയായിരിക്കും ഇതൊക്കെ വിപിനെ അറിയിക്കുന്നത്? എനിക്ക് അതെങ്ങനെയാണ് നിന്നോട് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. സത്യത്തിൽ എനിക്ക് തന്നെ അതിനെപ്പറ്റി ശരിയായ ബോധമില്ല. നിത്യവും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നെ അതിശയിപ്പിച്ചപ്പോഴാണ് ഞാനും ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയത്. കരിഞ്ഞു തുടങ്ങിയ സ്വർണത്തിൻ്റെ നിറമുള്ള കട്ടൻ ചായ ഗ്ലാസുകളിൽ പകർന്ന് കടുപ്പം ജാസ്തിയായി എന്ന് ക്ഷമാപണം നടത്തി രത്നമേഖല അവളെ ഇരിക്കാൻ ക്ഷണിച്ചു. തൻ്റെ മനസ്സിലുള്ളത് അവളെ എങ്ങനെ പിടിച്ചെടുത്തു എന്നാണ് അപ്പോൾ പരിമളം ആലോചിച്ചത്. ഇവൾക്കും മാന്ത്രിക സിദ്ധി വല്ലതും ഉണ്ടാകുമോ? ഒരുപാട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി വിപിനൻ്റെ അമ്മ ഒരു തരം അതിജാഗ്രതായ അവസ്ഥയിലാണ്. ഉറക്കവും ഉണർച്ചയുമല്ലാത്ത വേറൊരവസ്ഥ. അവരുടെ മുഖത്തെ മരവിപ്പും കണ്ണുകളിലെ ശൂന്യതയും കാണുന്നില്ലേ? അതൊരു മറയാണ്, ഒരു തിരശ്ശീല. അത് വലിച്ചിട്ട് അവർ യാഥാർത്ഥ്യത്തെ മറച്ചിരിക്കുന്നു. നമ്മളെപ്പോലെ നിത്യജീവിതത്തിലെ കഷ്ടപ്പാടുകൾ വല്ലതും അമ്മയ്ക്കുണ്ടോ? ഉണർന്നാൽ മതി, എണീക്കണ്ട. ഭക്ഷിച്ചാൽ മതി, ഭക്ഷണം ഉണ്ടാക്കണ്ട. ടോയ്ലറ്റിൽ പോവുകയോ സ്വയം വൃത്തിയാക്കുകയോ ഒന്നും വേണ്ട. ഉടുപ്പുകൾ അലക്കണ്ട, അണിയണ്ട. വെറുതെ കിടന്നു തന്നാൽ മതി. വിരിപ്പുകൾ വിരിക്കണ്ട, വിരിച്ചു കിട്ടും.
തീരുമാനങ്ങൾ എടുക്കണ്ട, സംസാരിക്കണ്ട. 24 മണിക്കൂറും വിശ്രമിക്കുന്ന നിശ്ചലായി കിടക്കുന്ന ഒരു സ്ത്രീയുടെ തലച്ചോറ് 100 ഇരട്ടി ഷാർപ്പായി പ്രവർത്തിക്കും. അതിൻ്റെ 3/4 പങ്കും നശിച്ചു പോയതാണെന്ന് സ്കാനിംഗ് റിപ്പോർട്ടുകൾ പറയുന്നു. പക്ഷേ ബാക്കിയുള്ള 25 മതി. നമ്മുടെയൊക്കെ ബുദ്ധിയേക്കാളും 3 ഇരട്ടി അവർക്കുണ്ട്. നീ സന്യാസിമാരുടെ തപസ്സിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് മൺപുറ്റു വന്ന് മൂടിയവരെക്കുറിച്ചൊക്കെ. അതൊന്ന് തട്ടിക്കളയാൻ പോലും ശ്രമിക്കാതെ, മറ്റൊന്നും ഓർക്കാതെ കടുത്ത ഏകാഗ്രതയോടെ അവർ തലച്ചോറിന് മൂർച്ച കൂട്ടുകയാണ്. അതുപോലാണ് ഈ സ്ത്രീയുമെന്ന് എനിക്ക് തോന്നുന്നു. പൂർണ്ണമായ നിശ്ചലതയിൽ, നിഷ്ക്രിയത്വത്തിൽ ഇവർ ഭയങ്കര ജാഗ്രതയുള്ളവളായി മാറി. എല്ലാം പിടിച്ചെടുക്കുന്നു, എല്ലാം കൃത്യമായി എത്തേണ്ടിടത്ത് എത്തിക്കുന്നു. മകനല്ലാതെ വേറൊരു ലോകം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോഴും അതിനെ ചുറ്റിപ്പറ്റി മാത്രമാണ് അമ്മയുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. അവർക്ക് 2 പേർക്കും അല്ലാതെ മറ്റാർക്കും പ്രയോജനമില്ലാത്ത ബോധം, അല്ലെങ്കിൽ അവബോധം. രത്നമേഖലയുടെ മുഖം ചുവന്നു തൊടുത്തു. പരിമളത്തിന് അവൾ പറയുന്നതിൽ പകുതിയും മനസ്സിലായില്ല. വേണ്ടത്ര വെന്റിലേഷനോ വെളിച്ചമോ ഇല്ലാത്ത ആ ഇടുങ്ങിയ തളത്തിലിട്ട ചെറിയ മേശയ്ക്ക് ഇരുപുറമിരുന്ന് രത്നമേഖല പക്ഷേ ആവേശത്തോടെ മനസ്സിലുള്ളതൊക്കെ ഒഴുക്കിവിട്ടു. അവൾക്ക് ആരോടെങ്കിലും പറഞ്ഞേ മതിയാകുമായിരുന്നുള്ളൂ. തൻ്റെ ചെറിയ വീട്ടിൽ ഈ 3 പേർക്കുമിടയിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് അവൾ രാത്രികളിലും ഒറ്റയ്ക്കായ പകലുകളിലും ആലോചിച്ച് തലപ്പുണ്ണാക്കാറുണ്ട്. ഇപ്പോഴിപ്പോൾ അമ്മയ്ക്കരികിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓർക്കാൻ പോലും അവൾക്ക് ഭയമാണ്. അവരതും ചൂണ്ടി എടുക്കുമോയെന്ന്. ആകെ അവൾക്കവിടെ സ്വന്തമെന്ന് പറയാനുള്ളത് അവളുടെ മനസ്സ് മാത്രമാണ്. അമ്മയ്ക്കോ മകനോ സ്പർശിക്കാൻ കഴിയാത്തത്. അല്പമെങ്കിലും അവൾ അത് തുറന്നു കാണിച്ചിട്ടുള്ളത് പരിമളത്തിന് മുമ്പിലാണ്. അമ്മയെ ശുശ്രൂഷിക്കുമ്പോൾ അവൾ മനഃപൂർവ്വം പഴയ സിനിമ പാട്ടുകളെക്കുറിച്ചോ നേഴ്സിംഗ് പഠനകാലത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളെക്കുറിച്ചോ ഒക്കെ ഓർക്കാൻ ശ്രമിക്കും. എന്നിട്ടും വിപിനൻ വരുമ്പോൾ അരിശത്തോടെ ചോദിക്കും, എന്താണ് നിനക്കൊരിളക്കം? ഇവിടുന്ന് പോകണമെന്നുണ്ടാവും അല്ലേ? കിടപ്പിലായ എൻ്റെ പാവ അമ്മയെ ഇവിടെ എങ്ങനെ വിട്ടച്ച് നിനക്ക് പോകണമല്ലേ? രത്നമേഖല തലയ്ക്കടിച്ചു പോകും. അമ്മയ്ക്കരികിലിരുന്ന് ഇഷ്ടപ്പെട്ട പ്രണയഗാനത്തെക്കുറിച്ച് ഓർത്തതിനെപ്പറ്റി, കാലൊടിഞ്ഞ ഏതോ മനുഷ്യന് പ്ലാസ്റ്റർ ഇടുന്നത് സങ്കല്പിച്ചതിനെപ്പറ്റിയൊക്കെ കുറ്റബോധത്തോടെ ചിന്തിക്കും. ഒന്നും അരുത്. മനസ്സ് കഴിയുന്നത്ര ശൂന്യമാക്കി വേണം അവരുടെ അടുത്ത് ചെല്ലാൻ. അതവളെ ഭയപ്പെടുത്തുന്നുമുണ്ട്. മനസ്സിനെ ബോധപൂർവം ശൂന്യമാക്കുക എളുപ്പമല്ല. എന്ത് ചിന്തിക്കരുതെന്ന് വിചാരിക്കുന്നുവോ അതിനെപ്പറ്റി തന്നെ ആലോചിച്ചു പോകുന്ന വികൃത സ്വഭാവമാണ് എപ്പോഴും മനസ്സിന്. ഈ ശേഷി വിപിനൻ്റെ അമ്മ മെല്ലെ മെല്ലെ ആർജിച്ചെടുത്തതാണെന്നും അവൾക്ക് തിരിച്ചറിയാനാവുന്നുണ്ട്. ആദ്യമൊന്നും ഇത്രയ്ക്കുണ്ടായിരുന്നില്ല. പണ്ട് വിപിനൻ ഇല്ലാത്തപ്പോൾ അമ്മയുടെ കാര്യത്തിൽ അപൂർവമായി അവൾ ചെറിയ ഉദാസീനതകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വിപിനൻ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല. എന്നാൽ കടുത്ത വയറുവേദന കൊണ്ട് കിടന്നു പോയത് കാരണം അടുത്തൊരിക്കൽ അമ്മയുടെ തല കുളിപ്പിക്കേണ്ട ദിവസം രത്നമേഖലയ്ക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ നനഞ്ഞ തോർത്തുകൊണ്ട് തുടച്ച് വിടർത്തിയിടാതിരുന്നതുമില്ല. എന്നിട്ടും വിപിനൻ അവളുടെ മുഖത്തടിച്ചു. സാധു സ്ത്രീ, തല ചൂടെടുത്ത് പിടയുന്നു. ആഴ്ചയിൽ 2 ദിവസം അതൊന്ന് കഴുകിക്കൊടുക്കാൻ നിനക്ക് വയ്യ. അവർക്ക് കൈനീട്ടി അതൊന്ന് കെട്ടിവെക്കാനോ ചൊറിയാനോ പോലും കഴിയില്ല. നീ സ്വപ്നം കണ്ട് ഇളകി മറിഞ്ഞു നടക്ക്, മനുഷ്യപ്പറ്റില്ലാത്ത പിശാച്ച്. രത്നമേഖല ഞെട്ടിത്തരിക്കുകയും അടിയുടെ വേദനയേക്കാൾ ഭയം കൊണ്ട് നീറിപ്പുകയുകയും ചെയ്തു. താനത് ചെയ്തിട്ടില്ല എന്ന് വിപിന് മനസ്സിലായത് എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ചിട്ട് അവൾക്കൊരു ഉത്തരമേ കിട്ടിയുള്ളൂ. അത് ഭയാനകമായിരുന്നു താനും. മനസ്സ് ചോർത്തുന്ന സ്ത്രീ, വാക്കുകളില്ലാതെ വിനിമയങ്ങൾ നടത്തുന്ന സ്ത്രീ. അവരെ ഒരു ദുർമന്ത്രിവാദിനിയെ പോലെ രത്നമേഖല ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പരിമളത്തെ എപ്പോഴുമൊന്നും കൂട്ടിന് കിട്ടാറില്ല. കിട്ടുമ്പോൾ ഇതൊക്കെ പറയാതെയും വയ്യ. എല്ലാ തവണയും പോലെ ആ കട്ടൻ ചായ ആറിത്തണുത്ത് അവർക്കിടയിലിരുന്നു. കുടിക്കാനല്ല, സംസാരിക്കാനാണ് രത്നം അതുണ്ടാക്കുന്നതെന്ന് പരിമളത്തിന് ഇപ്പോൾ അറിയാം. കുറേ നേരം മിണ്ടി പറഞ്ഞിരിക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ രത്നമേഖല ചായ ഉണ്ടാക്കി മുന്നിൽ വയ്ക്കും. നോക്കൂ പരിമളം, ഞാനിവിടെ വരുമ്പോൾ ദൈവങ്ങളുടെ തട്ടിന് മുന്നിലെ സ്റ്റൂളിൽ വലിയൊരു അളുക്കിൽ ഓറഞ്ച് കുങ്കുമം കണ്ടു. കുളിപ്പിച്ച് കഴിയുമ്പോൾ അത് നെറ്റിയിലിട്ട് കൊടുക്കാൻ തുടങ്ങി. എനിക്കറിയില്ലല്ലോ ഇവരെന്താ കുറിയിട്ടിരുന്നെന്നോ എന്താ ഇഷ്ടമെന്നോ ഒന്നും. വിപിനോട് ചോദിക്കാൻ ധൈര്യമില്ല. ചോദിച്ചിട്ട് കാര്യമില്ല. അവർ സൂക്ഷിച്ചു വെച്ചതാണല്ലോ, അതാവോ ഇഷ്ടമെന്ന് ഞാൻ കരുതി. അവർക്ക് ആ കുങ്കുമം കുറി ഇഷ്ടമല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതിടുമ്പോൾ ദേഷ്യം വരുന്നത് ഞാൻ കാണുന്നുണ്ട്. വേണ്ടാന്ന് പറയാൻ ശ്രമിക്കുന്നതും. അളുക്കിലുള്ള കുങ്കുമമൊക്കെ പണ്ടേ തീർന്നു. പക്ഷേ ഞാൻ ചിട്ടിക്ക് കാശയക്കാൻ പോകുമ്പോൾ ഓറഞ്ച് നിറത്തിലുള്ള കുങ്കുമം തന്നെ വാങ്ങി അത് അതിലിട്ട് വയ്ക്കും. ഒരു ദിവസം ഇവരത് കൈനീട്ട് തുറച്ചു കളയുന്ന എനിക്ക് ഉറപ്പാ. ഇത്ര നിശ്ചലായി കിടക്കുന്ന ഈ സ്ത്രീ ഇപ്പോൾ മനസ്സുകൊണ്ടത് ചെയ്യുന്നു. ഞാനത് നിർത്തിയില്ലെങ്കിൽ ഇനി കൈകൊണ്ട് തന്നെ ചെയ്യും. ഞാനത് കാത്തിരിക്കുകയാണ് ഇവരുടെ കള്ളത്തരം പൊളിയുന്ന ദിവസത്തിന്. രത്നമേഖല ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പരിമളത്തെ എപ്പോഴും ഉറക്കെയുള്ള ചിരി ഭയപ്പെടുത്തും. അരുത്, വിനോദമ്മ ഉണരും എന്നവൾ ചുണ്ടത്ത് വിരൽ വെച്ച് തടുത്തു. അതിനവർ ഉറങ്ങുകയാണെങ്കിലല്ലേ? ഇങ്ങോട്ട് ചെവിയും കൂർപ്പിച്ച് ഉണർന്നു കിടക്കുകയാണ്. ഇന്ന് നമ്മളിങ്ങനെ ഇരുന്നതിൻ്റെ ശിക്ഷ വിപിനൻ എനിക്ക് തരികയും ചെയ്യും. അതൊക്കെ വിട്ടുകളയി പരിമളം. നിനക്കൊരു കാര്യം അറിയോ? വിപിനൻ ഇവരെ ഡോക്ടറെ കാണിക്കാത്തത് എന്താണെന്നറിയോ?
അമ്മ സമ്മതിക്കാഞ്ഞിട്ടാ. ഡോക്ടർ സ്കാനിംഗ് ഒക്കെ നടത്തുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇവരുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ടെന്ന്, അതും പഴയതേലും മൂർച്ചയില്ലെന്ന്. പിന്നെ എങ്ങനെ കിടക്കാൻ പറ്റുമോ? എല്ലാം വെളിച്ചത്താവില്ലേ? എന്നിട്ട് എന്നോട് വിപിനൻ പറയുന്നത് ഡോക്ടർ പരിശോധിച്ചാൽ പുതിയ വല്ല രോഗത്തെക്കുറിച്ച് പറയും, കുറേ കൂടി മരുന്നുകൾ തീറ്റിക്കും. അതൊന്നും വേണ്ട, അമ്മ നന്നായിരിക്കുന്നുണ്ടല്ലോ, അത്രയും മതിയെന്ന്. ഞാൻ അവർക്ക് ഉറക്ക ഗുളിക കൂടുതൽ കൊടുക്കുന്നത് മനഃപൂർവ്വമാണ്. ഇത്തിരി നേരമെങ്കിലും ആ തലച്ചോറ് ഉറങ്ങട്ടെ എന്ന് കരുതിയിട്ട്. അതുമാത്രം മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ വൈകാതെ അതും പിടികിട്ടാതിരിക്കില്ല. പരിമള അമ്പരപ്പോടെ കേട്ടിരുന്നു. സത്യത്തിൽ ഇന്നവൾ രാവിലെ തന്നെ വന്നത് രത്നമേഖലയുടെ സ്വന്തം സങ്കടങ്ങളിൽ ചിലതെങ്കിലും പറയണമെന്ന് ഓർത്താണ്. പഴയതുപോലെ തോന്നുമ്പോഴൊക്കെ ഓടി വരാനൊന്നും പറ്റുന്നില്ല. മാമിയാർക്ക് എപ്പോഴും ദേഷ്യമാണ്. അവർക്ക് വിനോദാമ്മയോടുള്ള അടുപ്പവും നിലച്ചു പോയിരിക്കുന്നു. അതും സ്വാഭാവികമാണ്. സൗഹൃദം പണ്ടേ ഇല്ലാതായി കഴിഞ്ഞിരുന്നു. സഹതാപവും ചേർന്നു പോയി കഴിഞ്ഞു. ഇങ്ങനെയൊന്നും കിടന്ന് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താൻ ഇടവരുത്തല്ലേ മുരുക എന്ന് ഉറക്കെ ഇടയ്ക്കിടെ പറയുന്നത് പതിവാണ്. മുൻപകൽ അന്യർക്ക് ചെയ്ത ദ്രോഹങ്ങൾ പിൻപകൽ തനിക്ക് നേരെ തിരിച്ചു വരുമെന്ന് ഗൗരവത്തോടെ തത്വം പറയും. വിനോദം അത്ര നല്ലവളൊന്നുമല്ല. അതല്ലേ ഇങ്ങനെയൊരു ദുരിതം അനുഭവിക്കുന്നത്. പാര്, അവൾ കാരണം അന്ത രത്നാവോടെ വാഴക്കൈ എന്നാച്ചെന്ന് പാര്. ദേഷ്യത്തോടെ മാമിയാർ അവളോട് പിറുപിറുക്കും. കൊളന്ത കുട്ടിയോടെ സന്തോഷമായി കുടുംബം നടത്തേണ്ട രത്നമേഖല ഇങ്ങനെ ഹോം നേഴ്സിനെ പോലെ ആ തള്ളയുടെ മലവും മൂത്രവും കോരി ജീവിതം തുലയ്ക്കുന്നു. വിനോദിനിയുടെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് പാവം രത്നം. അവൾക്കൊന്ന് പ്രസവിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്നതാണ് മരുതകത്തെ ഏറെ വിഷമിപ്പിക്കുന്നത്. അവൾക്ക് സമയം കിട്ടാഞ്ഞും ഇവൾക്ക് വേണ്ടാഞ്ഞിട്ടും. അതിനിടയിലും അവർ പരിമളത്തെ ചൂണ്ടി കുത്തുവാക്കു പറയാതിരിക്കുന്നില്ല. അവൾ രത്നയെ തേടി അപ്പുറത്തേക്ക് പോകുന്നതും അവരെ അരിശം പിടിപ്പിക്കുന്നുണ്ട്. പണ്ടത്തെ ദിവസങ്ങൾ പരിമള ഓർക്കും. അവളിവിടെ വന്ന കാലത്ത് ദിനവും വിനോദം എന്ന് തേനൂർന്ന ശബ്ദത്തിൽ മാമിയാർ എത്രയോ തവണ വിളിക്കുമായിരുന്നു. ചെമ്പരത്തി പടർപ്പുകളുടെ തണലിലും മറവിലും നിന്ന് എന്തെല്ലാം കൈമാറ്റങ്ങൾ. ഒന്നിച്ചുള്ള കോവിലിൽ പോക്ക്, പക്കത്ത് വീടുകളിലേക്കുള്ള സന്ദർശനങ്ങൾ, എല്ലാം വെള്ളത്തിൽ വരച്ച ചിത്രങ്ങൾ പോലെ മാഞ്ഞു പോയിരിക്കുന്നു. എങ്ങനെയാണ് ഒരിക്കൽ സ്നേഹിച്ചിരുന്നതിനെ ഇത്രയും നിരാർദ്രമായിട്ട് തള്ളിപ്പറയാൻ പറ്റുന്നതെന്ന് പരിമള അതിശയിക്കും. അവൾക്കത് സാധിക്കില്ല. ഒരിക്കൽ പ്രിയപ്പെട്ടതായിരുന്നവയൊക്കെ തനിക്ക് എക്കാലത്തും പ്രിയപ്പെട്ടതായിരിക്കുമെന്നാണ് പരിമളത്തിൻ്റെ വിശ്വാസം. ഇത്രയും സ്നേഹശൂന്യമായി പെരുമാറിയിട്ടും മാമിയാരോട് അവൾക്ക് വെറുപ്പോരോ തോന്നാത്തതും അതുകൊണ്ടായിരിക്കും. ബാലസമുദ്രത്തിലെ വീട്ടിൽ ആദ്യം കാണുമ്പോൾ അവരവളെ അരുമയോടെ ചേർത്ത് പിടിച്ചു. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പൊള്ളാച്ചി മീറ്റർ ഗേജ് വണ്ടിയിൽ അവളിരുന്നത് ജ്ഞാനശേഖരനൊപ്പമല്ല, മാമിയാർക്കൊപ്പമാണ്. അവൾ ആദ്യമായി ഊരു കടന്ന് യാത്ര ചെയ്യുകയായിരുന്നു. അവർ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് അവൾക്ക് കാഴ്ചകൾ കാണിച്ചു കൊടുത്തു. അവരന്ന് മൂളിയത് നീ താനേ എൻ്റെ പൊൻസ് വസന്തം എന്ന വരികളായിരുന്നുവെന്ന കാര്യം പോലും പരിമള ഓർത്തിരിക്കുന്നു. ഒരു ദൃശ്യവും അവൾക്ക് വിട്ടുപോകരുതെന്ന നിർബന്ധ ബുദ്ധിയോടെ റെയിലോരത്തെ കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങൾക്ക് നേരെ പാര് പാര് എന്ന് കൊച്ചുകുട്ടികളുടെ ഉത്സാഹത്തോടെ വിരൽ ചൂണ്ടുന്ന മാമിയാരെ ആ നിമിഷം മുതൽ പരിമള ഉള്ളഴിഞ്ഞു വിശ്വസിച്ചു തുടങ്ങി. അവരുണ്ടെങ്കിൽ തനിക്കൊന്നും ഭയപ്പെടാനില്ല. അപരിചിതമായ നാടോ പുതിയ ജീവിതമോ എന്ത് സ്വഭാവക്കാരനെന്നറിയാത്ത പുരുഷനോ ഒന്നും പ്രശ്നമില്ല. ജ്ഞാനശേഖർ അപ്പോൾ ബന്ധുക്കൾക്കരികിലായി എതിർ സീറ്റിൻ്റെ അറ്റത്തിരിക്കുകയായിരുന്നു. അയാൾ അവളെ നോക്കുന്നേയുണ്ടായിരുന്നില്ല. തൻ്റെ ഭർത്താവ് തന്നെ സംബന്ധിച്ച് എല്ലാ കാലത്തും എതിർ സീറ്റിലിരിക്കുന്ന ഒരാളായിരിക്കുമെന്ന് പരിമളത്തിന് അന്നുണ്ടായ തോന്നൽ പിന്നീടൊരിക്കലും മാറിയില്ല. ജ്ഞാനശേഖർ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് വന്ന് അവൾക്കരികിലിരുന്നുമില്ല. പരിമളം ചിലപ്പോൾ ഈ സ്ട്രോക്ക് പോലും അവരുണ്ടാക്കിയതാണെങ്കിലോ. സ്വയം പരിശ്രമം കൊണ്ട് നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളെയൊക്കെ ഈ രീതിയിൽ നിഷ്ക്രിയമാക്കാൻ കഴിയുമത്രേ. എളുപ്പമല്ല, പക്ഷേ സാധിച്ചേക്കും. തീവ്രമായ സാധനയിലൂടെ എല്ലാത്തരം ലൗകിക ബന്ധങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മുറിച്ചു കളഞ്ഞ് ഒരേയൊരു ലക്ഷ്യത്തിലേക്ക് മനസ്സ് തോന്നണം. എനിക്ക് ഓർമ്മയുണ്ട്, കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് കയറിയ എന്നോട് അവർ സ്നേഹത്തോടെ ഒരു വാക്കു പറഞ്ഞിട്ടില്ല. എന്നോട് മാത്രമല്ല, ആരോടും പറയുന്നത് കേട്ടില്ല. യാന്ത്രികമായി ജോലി ചെയ്യുന്നത് മാത്രം കണ്ടു. മുഖം പൊട്ടിത്തെറിക്കാനായ പോലുണ്ടായിരുന്നു. അവർ സ്വയം തകരാനും അങ്ങനെ എന്നെ തകർക്കാനും ഒരുങ്ങുകയായിരുന്നുവെന്ന് ഞാനെങ്ങനെ മനസ്സിലാക്കാനാണ്? വെറും വിഡ്ഢിയായ ഞാൻ. പരിമള അമ്പരപ്പോടെ രത്നമേഖലയെ കൈനീട്ടി തൊട്ടു. ഇവൾ എന്തൊക്കെയാണ് പറയുന്നത്? വിനോദമോ സ്വയം ക്ഷണിച്ചു വരുത്തിയതാണ് ഈ രോഗമെന്നോ? ഇന്ന് രത്നം ഒട്ടും നല്ല മാനസികാവസ്ഥയിലല്ലെന്നും അവളാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണെന്നും മാത്രം പരിമളത്തിന് മനസ്സിലായി. ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നതിൻ്റെ ഫലമാണിതൊക്കെ. നീ ശ്രദ്ധിച്ച പരിമളം, നിന്റെ മാമിയാരിപ്പോൾ നിന്നോട് വഴക്കുണ്ടാക്കുന്നതൊക്കെ ഞാനും കേൾക്കാറുണ്ട്. അവരും അറ്റക്കൈക്ക് ഇത്തരം എന്തെങ്കിലും ചെയ്യും, നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ. അവരൊറ്റയ്ക്കിരിക്കുന്നതും മിണ്ടാതിരിക്കുന്നതും ഒക്കെ തടയണം. പരിമളത്തിൻ്റെ കൈകൾ അമർത്തി കൂട്ടിപ്പിടിച്ച് രത്നമേഖല ഗൗരവത്തോടെ പറഞ്ഞു. അവളുടെ മുഖം മാത്രമല്ല, ചെവിത്തുമ്പുകൾ പോലും ചുവന്നത് കുറഞ്ഞ വെളിച്ചത്തിലും പരിമളം കണ്ടു. അവളാകെ പ്രതിസന്ധിയിലായി.
തൻ്റെ മാമിയാർ എപ്പോഴും ഇളംകാറ്റിൽ കലപ്പില ഇളകുന്ന ഒരു പൊന്തയാണെന്ന് പരിമളത്തിനറിയാം. ചെറിയ കാര്യങ്ങളിൽ പോലും അടിമുടി ഇളകി മറിയുന്നവൾ. അവരൊരിക്കലും ഏകാഗ്രമായി ധ്യാനിച്ചിരുന്ന് രോഗത്തെ വിളിച്ചു വരുത്തത്തില്ല. ഇനി അഥവാ അങ്ങനെ വരുത്താൻ കഴിയുമെങ്കിൽ കൂടി. പക്ഷെ അതായിരുന്നില്ല അവളെ വിഷമിപ്പിച്ചത്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രത്നമേഖല അർത്ഥശൂന്യമായി പുലമ്പുന്നത് അവളെ കുഴക്കി. എന്തു പറയണമെന്നറിയാതെ രത്നമേഖലയ്ക്ക് കൂടി വേണ്ടി പരിമളത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുറച്ചു നേരത്തെ നിശ്ചലതയ്ക്ക് ശേഷം രത്നമേഖല ചായ ഗ്ലാസുകൾ കൊട്ടത്തളത്തിൽ കമിഴ്ത്തി തുണിയെടുത്ത് മേശ അമർത്തി തുറച്ചു. മനസ്സിൽ കുമിഞ്ഞുകൂടിയ എല്ലാ ഇരുട്ടും തുടച്ചു നീക്കുന്നത് പോലെയായിരുന്നു അതെന്ന് പരിമളത്തിന് തോന്നി. സാരമില്ല, നീ കരയണ്ട, എൻ്റെ ഓരോ വട്ടുകൾ എന്നൊക്കെ അവൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പരിമള അവളെയും കൂട്ടി പിൻമുറ്റത്തേക്ക് ഇറങ്ങി. 10 മണിയുടെ വെയിൽ എല്ലായിടത്തും പടർന്നു കിടപ്പുന്നുണ്ടായിരുന്നു. തണുപ്പുകാലമായതുകൊണ്ടാവാം വെയിലിന് ചൂട് പിടിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. ധാരാളം ജോലികളുണ്ടെന്ന് രത്നമേഖല പറഞ്ഞു. തുണി തിരുമ്പണം, അമ്മയ്ക്ക് ഹോർലിക്സ്, ചിലപ്പോൾ ഡയപ്പർ മാറ്റി കൊടുക്കേണ്ടി വരും. ഉച്ചഭക്ഷണത്തിൻ്റെ പണികളുമുണ്ട്. പരിമളമാണെങ്കിൽ ഇന്ന് മുഴുവൻ ഫ്രീയാണ്. രാത്രി വണ്ടിക്ക് മാമിയാരും ജ്ഞാനശേഖരൻ തിരിച്ചെത്തും. നീ എന്നോട് തിരിച്ചു പോകൂ എന്ന് പറയാറില്ലേ? ഞാനത് തിരിച്ചു ചോദിക്കുന്നു. നിനക്കും പോയിക്കൂടെ? ബാലസമുദ്രത്തിൽ നിനക്കൊരു വീടുണ്ട്, ബന്ധുക്കളുണ്ട്. എന്നെപ്പോലെ ആയിരിക്കില്ല, നിനക്കവിടെ തിരിച്ചു ചെല്ലാൻ സാധിക്കും. ഇവിടെ എന്തിനാണ് ഈ ആട്ടും തുപ്പും സഹിച്ച് വെയിലത്തുണങ്ങിക്കരിഞ്ഞ്? രത്നമേഖല ചോദിച്ചത് ഓർക്കാപ്പുറത്താണ്. പരിമളം വിളറി. പുലർച്ചെ ഉടുത്തൊരുങ്ങി പോകുന്ന തിരക്കിനിടയിൽ ഇടയ്ക്കിടെ പതിവുള്ളതുപോലെ മാമിയാർ അവളെ ചീത്ത പറഞ്ഞിരുന്നു. അവർ നേരിട്ട് വഴക്കുകളുണ്ടാക്കില്ല. കവിതകളും കുറലുകളും കൊണ്ട് കുത്തി മുറിപ്പെടുത്തുകയുള്ളൂ. ജ്ഞാനശേഖരൻ്റെ ഷർട്ട് ഇസ്തിരിയിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞായിരുന്നു ഇന്നത്തെ കലഹം. കൊടുത്തു വെക്കണം മകനെ. നല്ലവളും ഇഷ്ടമറിഞ്ഞു പെരുമാറുന്നവളുമായ പൊണ്ടാട്ടിയെ കിട്ടാൻ പോയ ജന്മ പുണ്യം ചെയ്യണം, മാമിയാർ അതിനാടകീയമായി ജ്ഞാനശേഖരോട് പറഞ്ഞു. ചേലയുടെ ഞൊറിവുകൾ ശരിപ്പെടുത്തുന്നതിനിടയിൽ മധുരമായ ഈണത്തിൽ മംഗലം എൻപ മനെ മാക്ഷി മറ്റുതൻ നൻകലം നന്മക്കടപ്പേറൂ എന്ന് പാടാൻ തുടങ്ങി. അതും പരിമളത്തിനുള്ള കുത്താണ്. മനസ്സിനിണങ്ങിയ മനൈവിയും സൽപുത്രനുമാണ് കുലത്തിൻ്റെയും പുരുഷൻ്റെയും സൗഭാഗ്യം. എത്ര ദുരന്തമാണ് പാവം ജ്ഞാനശേഖരന് അത് രണ്ടുമില്ലാതെ പോയത്. മാമിയാർ ഇറങ്ങുന്നതുവരെ അതേ വരികൾ ആവർത്തിച്ചു മൂളിക്കൊണ്ടിരുന്നു. പരിമളത്തിൻ്റെ ഉള്ള് ഇളകി മറിയുകയും ചെയ്തു. സാരമില്ല, അതേ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, തീ കൊണ്ട് പൊള്ളിയ മുറിവ് ഉണങ്ങും, എന്നാൽ വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന മുറിവ് ഒരിക്കലും ഉണങ്ങില്ല എന്ന്, എപ്പോഴും പഴുത്തു വിങ്ങുമെന്ന്. നീ അത് അവരുടെ മുഖത്ത് നോക്കി തിരിച്ചു പറയാനും ശീലിക്ക്. അല്ലെങ്കിൽ സ്വന്തം ഊരിലേക്ക് തിരിച്ചു പോ. അതുമല്ലെങ്കിൽ പണ്ടാരമടങ്ങാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്ക്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവനായിരിക്കും പ്രശ്നം. എന്നിട്ട് നീ ചീത്തയും കേൾക്കുന്നു. ഊരിൽ പോകുമ്പോൾ നീ എന്തേലും വഴി കാണ്. കൊള്ളാവുന്ന ആണുങ്ങൾ കാണില്ലേ അവിടെ? നിന്റെ ബാല്യകാല സുഹൃത്തുക്കൾ, ചെറുക്കന്മാർ, ആരെങ്കിലും ഒരുത്തനെ കൊണ്ട് കാര്യം സാധിക്കേ. നിന്റെ മാമിയാർക്ക് സമാധാനമാവട്ടെ. രത്നം ദേഷ്യത്തോടെ അവളെ ഉപദേശിച്ചു. പരിമളം കർമ്മം കർമ്മം എന്ന് ആവർത്തിച്ച് പറഞ്ഞ് രത്നത്തിൻ്റെ വാക്കുകളിലെ കാലുഷ്യം തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചു. അതൊന്നുമല്ല പ്രശ്നമെന്ന് രത്നത്തിനോട് എങ്ങനെ പറയുമെന്ന് അവൾ എപ്പോഴത്തെയും പോലെ ചകിതയായി. കൃത്യം 20 ദിവസത്തിനകം അവൾ പൊങ്കലിന് ബാലസമുദ്രത്തിലേക്ക് പോകും. ജ്ഞാനശേഖരന് പിന്നിൽ പെട്ടിയും തൂക്കി തലകുനിച്ച് നടന്നു പോകുന്ന അവളെ രത്നമേഖല തൻ്റെ വീട്ടുവരാന്തയിലെ അഴികൾക്കിടയിലൂടെ നോക്കി നിൽക്കും. 2 ആഴ്ച കഴിഞ്ഞ് അവൾ തിരിച്ചു വരുമ്പോഴൊക്കെ 2 പേർക്കുമിടയിൽ അവർക്ക് നടന്നു തീർക്കാനാവാത്ത ഒരു കടൽ രൂപപ്പെട്ടുവെന്ന് രത്നമേഖലയ്ക്കോ പരിമളത്തിനോ ഇപ്പോൾ ഊഹിക്കാൻ പോലും ആവില്ല. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയ ഭൂതകാലമായി തീരും അവരുടെ സൗഹൃദം. മംഗലാപുരത്ത് പഠിക്കുന്ന കാലത്തായിരുന്നു രത്നമേഖല ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയത്. ജീവിതത്തിലെ ആദ്യത്തെയും ഒരുപക്ഷെ അവസാനത്തെയും വിനോദയാത്ര. പിന്നീട് അവളുടെ ജീവിതത്തിൽ നിന്ന് മിക്കവാറും എന്നേക്കുമായി വിനോദം എന്ന വാക്ക് എടുത്തു മാറ്റപ്പെട്ടു. അതിൻ്റെ പ്രധാന കാരണക്കാരിയുടെ പേര് വിനോദിനി എന്നായതിലെ വൈരുദ്ധ്യം അവളെ ചിരിപ്പിക്കാറുണ്ട്. ആരായിരിക്കും അവർക്ക് ഈ പേരിട്ടത്? ആ തറവാട്ടിലെ വെളുത്തു തടിച്ച് സദാ അസംതൃപ്തി തുളുമ്പുന്ന മുഖമുള്ള മയമില്ലാത്ത ഒച്ചയിൽ സംസാരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇത്തരം ചേർച്ചയില്ലാത്ത പേരുകളാണ്. വിനോദിനി, പ്രമോദിനി, വിലാസിനി, വിശാലത. ആരെയും വിനോദിപ്പിക്കാനറിയാത്ത, തീർത്തും സന്തോഷമില്ലാത്ത, ഒട്ടും വിലാസലോലുപരല്ലാത്ത, ഒരു വിശാലതയുമില്ലാത്ത സ്ത്രീകൾ. രത്നമേഖല കൗതുകത്തോടെ പരിമളത്തിൻ്റെ പേരിനെക്കുറിച്ചും ഓർക്കും. ക്വാർട്ടേഴ്സിന് പുറത്തുള്ള ഇത്തിരിയിടം വളച്ചുകെട്ടിയുണ്ടാക്കിയ പൂന്തോപ്പിൽ നിന്ന് വരുന്നതുകൊണ്ട് അവൾക്ക് ചുറ്റും എപ്പോഴും നേർത്ത സുഗന്ധമുണ്ടാവും. എത്ര അർത്ഥമുള്ളതാണ് അവളുടെ പേരെന്നും നിങ്ങളുടേത് പോലല്ലാതെന്നും കിടക്കയിൽ നിശ്ചലയായി കിടക്കുന്ന വിനോദിനിയുടെ മുഖത്ത് നോക്കി രത്നമേഖല നിശബ്ദമായി പറയാറുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ടാവണം. ശൂന്യമായ കണ്ണുകൾ വിടർത്തി വാക്കുകളില്ലാതെ അവരന്നേരം അവരുടെ പേരിനെയും കളിയാക്കുകയാണെന്ന് രത്നമേഖലയ്ക്ക് തോന്നും. ഒരു കുപ്പിച്ചീള് പോലും സ്വന്തമായി ഇല്ലാത്തവളുടെ പേര് രത്നമേഖല.
ചിതൽ തിന്നുപോയ പ്രിയപ്പെട്ട പുസ്തകം പോലെയായിരുന്നു രത്നമേഖലയ്ക്ക് ആ വിനോദയാത്രയെക്കുറിച്ചുള്ള ഓർമ്മകൾ. എല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. അങ്ങിങ്ങ് ചിതലരിക്കാതെ വിട്ടുപോയ ചില അക്ഷരങ്ങൾ മാത്രം ബാക്കിയുണ്ട്. അത് ചേർത്ത് വെച്ച് ഒരു കഥയും പൂർത്തിയാക്കാനാവില്ല. അടിച്ചുകൂട്ടി കുപ്പയിൽ വാരിയിടുകയല്ലാതെ ഒന്നും ചെയ്യാനുമില്ല. പക്ഷേ ചിതലരിച്ചിട്ടും ബാക്കി വന്ന ശകലങ്ങൾ എന്നോണം രത്നമേഖലയുടെ ഓർമ്മയിൽ അന്നവർ താമസിച്ച ബംഗ്ലാവിൻ്റെ നടുമുറിയിൽ തീ കാഞ്ഞിരുന്നത് മാത്രം അവശേഷിച്ചിരിക്കുന്നു. നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. തറയോട് പാകിയ ആ പഴയ കെട്ടിടം കുറഞ്ഞ സൗകര്യങ്ങളുള്ളതും അവരെ പോലെ ദരിദ്രരായ ടൂറിസ്റ്റ് സംഘങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതുമായിരുന്നു. ഫർണസിനുള്ളിലേക്ക് വിറകുകൊള്ളികൾ തള്ളി അതിനടുത്തിരുന്ന് അവരെല്ലാവരും സംസാരിച്ചിട്ടുണ്ടാവും. പാട്ടുപാടുകയും കളികളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും. ഉണങ്ങിയ വിറകുകൊള്ളികൾ ഇടയ്ക്കിടെ ഉള്ളിലേക്ക് തിരികിയത് അരികിലിരുന്ന രത്നമേഖലയായിരുന്നു. അതൊക്കെ ഉള്ളിൽ തന്നെ കത്തിയെരിഞ്ഞു. ചൂട് മാത്രമാണ് പുറത്തേക്ക് എറിഞ്ഞത്. അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്ത് അവരെ വൃത്തിയാക്കുമ്പോൾ തൻ്റെ ജീവിതത്തിന് അതിനോടുള്ള അതിശയകരമായ സാമ്യത്തെപ്പറ്റി രത്നമേഖല പെട്ടെന്ന് ഓർത്തെടുത്തിരിക്കുകയായിരുന്നു. ഈ ചെറിയ ഇരുട്ടുമുറി ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് തിരികിയ വിറകുകൊള്ളിയാണ് താൻ. ചൂട് പരത്തുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ എന്ത് നടക്കുന്നുവെന്ന് ആരും അറിയുന്നില്ല. പൂർണ്ണമായും കത്തിത്തീർന്നിട്ടുണ്ടാവില്ലായിരിക്കും. ആ കൊള്ളിയുടെ അറ്റം പിടിച്ചൊന്ന് പുറത്തേക്ക് വലിച്ചിട്ടാൽ കത്തിക്കരുവാഴ്ച അതിൻ്റെ ഇപ്പോഴത്തെ രൂപം കാണാം. രത്നമേഖലയ്ക്ക് ചിലപ്പോൾ കണ്ണാടി നോക്കാൻ ഭയം തോന്നുന്നതും അതുകൊണ്ടാണ്. അതിൽ നിന്ന് തന്നെ നോക്കുന്ന അപരിചിത അവളെ ഭയപ്പെടുത്തും. കരുവാളിച്ച മുഖവും ഉടലുമുള്ള ഒരുവൾ. കുളിപ്പിച്ചൊരുക്കിയിട്ട് വിനോദിനിയെ രത്നമേഖല കണ്ണാടി കാണിക്കാറുണ്ട്. അവർ വികാരങ്ങളില്ലാതെ തൻ്റെ പ്രതിബിംബം കാണും. ആ മുഖത്ത് എന്തെങ്കിലും ഭാവഭേദം ഉണ്ടാകുന്നുണ്ടോ എന്നവൾ സൂക്ഷ്മമായി നോക്കാറുണ്ട്. ആ സ്ത്രീ എങ്ങനെയാണ് ഒരുങ്ങാറെന്നോ അവർ പൊട്ടു തൊടാറുണ്ടോ കണ്ണെഴുതുമായിരുന്നോ എന്നൊന്നും രത്നയ്ക്കറിയില്ല. തനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ അവൾ അവരെ ഒരുക്കുന്നു. സ്നേഹത്തോടെയല്ല, അതൊരിക്കലും. ഗതികേട് കൊണ്ടാണെന്ന് വിചാരിക്കാറുമുണ്ട്. അവർക്കിഷ്ടമാവുന്നുണ്ടാവില്ല. തൻ്റെ മുഖത്ത് മറ്റൊരുവൾ അവളുടെ ഇഷ്ടത്തിന് കൈക്രിയകൾ നടത്തിയാൽ അതെങ്ങനെ സഹിക്കാനാവുമെന്ന് രത്നയും ഓർക്കാറുണ്ട്. അവരും ഗതികേട് കൊണ്ട് സഹിക്കുകയാണ്. കണ്ണാടിയിലെ പ്രതിബിംബം അവരെ കുപിതയാക്കുന്നുണ്ടാവും. ഇത് ഞാനല്ല, എനിക്കിതൊന്നുമല്ല ഇഷ്ടം എന്ന് അവരുടെ ഹൃദയം കുതിച്ച് ചാടുന്നുണ്ടാവും. പാവൻ രത്നമേഖല പൗഡറിട്ട് തുടുപ്പിച്ച് കണ്ണുകളിൽ നേർമയായി മഷി എഴുതി അവസാനം ഓറഞ്ച് നിറത്തിലുള്ള കുറി കൂടി നെറ്റിയിൽ വരച്ചു കൊടുത്ത് അവരെ സ്വസ്ഥ ആക്കിയെന്ന് സ്വയം സമാധാനിച്ച് മുറി വിട്ടുപോകും. അവൾക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് തീവ്രമായി ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു. മറന്നു കിടന്നിരുന്ന വിനോദയാത്രയെക്കുറിച്ച് ഓർത്തുപോയതുകൊണ്ടായിരിക്കുമോ അത്. 6-7 വർഷം മുമ്പ് അവൾ ഒരുപാട് സംസാരിക്കുന്ന പെൺകുട്ടിയായിരുന്നു. വായിൽ നാവടങ്ങിക്കിടക്കില്ല എന്ന് അവളെ വീട്ടുകാരും കൂട്ടുകാരും തമാശയായി കുറ്റപ്പെടുത്തുമായിരുന്നു. ആ യാത്രയിലും അവൾ തന്നെയായിരിക്കും ഏറ്റവും ഉറക്കെ കൂടുതൽ നേരം സംസാരിച്ചിട്ടുണ്ടാവുക. അത്ര മധുരമുള്ള ശബ്ദമല്ലാഞ്ഞിട്ടും അവൾ പാടുകയും ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എത്രയോ കാലമായിട്ട് അവൾക്ക് പുറം ലോകമില്ല. പത്രം വിപിനൻ വാങ്ങാറേയില്ല. TV കേടായിട്ടും കാലങ്ങളായി. അതുള്ളപ്പോഴും അവൾ അത് ഓൺ ചെയ്യാറില്ലായിരുന്നു. അമ്മയെ പാട്ട് കേൾപ്പിക്കാൻ വിപിനൻ വാങ്ങിവെച്ച ചെറിയ റേഡിയോയും ഇപ്പോൾ എവിടെയെന്നറിയില്ല. രത്നമേഖല പതിവില്ലാതെ മുൻവാതിൽ തുറന്നു ചെറിയ വരാന്തയിൽ ഇറങ്ങി നിന്നു. മുൻപിൽ മുറ്റം, ഇരുമ്പ് കമ്പികൾ വളച്ചുണ്ടാക്കിയ ചെറിയ ഗേറ്റ്, അതിനപ്പുറം മുനിസിപ്പാലിറ്റിയുടെ കുടിവെള്ള പൈപ്പ്, കാട്ടുപുല്ല് പടർന്നു പിടിച്ച് തനിയെ രൂപപ്പെട്ട പുൽത്തകിടി, പണ്ടെപ്പോഴോ ഉപേക്ഷിക്കപ്പെട്ട ഒരു കിണർ, ക്വാർട്ടേഴ്സുകളിലേക്കുള്ള ചെറിയ വഴിത്താര, അതും കഴിഞ്ഞ് കുറ്റിക്കാടിനപ്പുറം ഗുഡ് ഷെഡ് റോഡ്, റെയിൽ. അവിടെ വാഗണുകൾ വന്നു നിൽക്കും. ലോഡിറക്കലിൻ്റെയും കയറ്റിലിൻ്റെയും ഒച്ചയില്ലാത്ത സമയങ്ങൾ വിരളമാണ്. ചിലപ്പോൾ രാത്രി പോലും ബഹളം കേൾക്കാം. മഴക്കാലത്തിൻ്റെ തുടക്കത്തിന് മുമ്പ് ഈ കുറ്റിക്കാടുകളൊക്കെ റെയിൽവേയുടെ പണിക്കാർ വെട്ടിപ്പൊളിക്കാറുണ്ട്. ആ സമയത്ത് ഇവിടെ വരാന്തയിൽ നിന്ന് നോക്കിയാൽ വ്യക്തമായി ഗുഡ് ഷെഡിലെ കാര്യങ്ങൾ കാണാം. ആരോഗ്യമുള്ള ആണുങ്ങളുടെ തിമിർപ്പും ആഘോഷവും, ഉച്ചത്തിലുള്ള വർത്തമാനങ്ങൾ, പാട്ടുകൾ, പൊട്ടിച്ചിരികൾ, കനത്ത ജോലിയെപ്പോലും അനായാസമാക്കി ആഘോഷിക്കുന്നവർ. രത്നമേഖലയ്ക്ക് അത് നോക്കി നിൽക്കാൻ കൊതി തോന്നാറുണ്ട്. പക്ഷേ വിപിനൻ വീട്ടിലുണ്ടെങ്കിൽ അവളെ പുറത്തിറങ്ങാൻ അനുവദിക്കാറില്ല. അവന്മാർ ശരിയല്ല എന്നയാൾ പറയും. ക്വാർട്ടേഴ്സിലെ പെണ്ണുങ്ങളെ നോക്കി ചോര കുടിക്കാൻ തക്കം പാർത്ത് നിൽക്കുന്ന വൃത്തികെട്ടവന്മാർ. അവർക്ക് കാണാപ്പാകത്തിൽ ചമഞ്ഞൊരുങ്ങി മുന്നിൽ പോയി നിൽക്കരുത്. നിനക്കിഷ്ട അതാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ വേശ്യാട്ട എൻ്റെ വീട്ടിൽ വേണ്ട. അയാളുടെ ശബ്ദം ഉയരുന്നു. മഴ പെയ്യുന്നതോടെ കാടു പിന്നെയും തഴച്ചു വളരുകയും വ്യക്തമായ കാഴ്ച മറയുകയും ചെയ്യും. ഒച്ചകളും ഗാനശകലങ്ങളും ഒക്കെയേ പിന്നെ അരിച്ചെത്തു. സുലഭമായി പൊടിപടലങ്ങളും. ഇന്ന് അവിടെ നിന്നും കാര്യമായ ഒച്ചയനക്കങ്ങളില്ല. ചരക്കുമായി ഗുഡ്സ് വണ്ടി ഒന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപൂർവം ദിവസങ്ങളിൽ അങ്ങനെയും സംഭവിക്കാറുണ്ട്. പരിമളത്തിൻ്റെ മുറ്റത്ത്
ചൂലും കൊട്ടയുമായി 2-3 സ്ത്രീകൾ വന്നു. അവർ രത്നമേഖലയെ കണ്ടു ചിരിച്ചു. അവളും ഒരു വാടിയ ചിരി പകരം കൊടുത്തു. പരിമളത്തിൻ്റെ വീട്ടുകാരെയല്ലാതെ ഈ കോളനിയിൽ രത്നമേഖലയ്ക്ക് ആരെയും അറിയില്ല. ആ സ്ത്രീകൾ വിനോദാമ്മ എപ്പടി ഇരിക്ക്, ഭേദമുണ്ടോ, എഴുതിടുമാ എന്നൊക്കെ തമിഴിലും മലയാളത്തിലും ചോദിച്ചു. രത്നമേഖല വെറുതെ തലയാട്ടി. അപ്പോഴേക്ക് മരതകവും കൊട്ടയും ചൂലുമായി ഇറങ്ങി വന്നു. പുറത്തു നിൽക്കുന്ന രത്നമേഖലയെ കണ്ട് അവർ അതിശയത്തോടെ ചിരിച്ചുകൊണ്ട് വിനോദം തൂങ്കറയാ എന്നവളോട് ചോദിച്ചു. മറുപടിക്ക് കാക്കാതെ 2 നാളേക്ക് വണ്ടിയില്ല, ലോറി സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് തിരക്കിട്ട് അവർ ആ സ്ത്രീകൾക്കൊപ്പം ഗുഡ് ഷെഡിലേക്ക് പോയി. അവിടെ അടിച്ചു വാരാനാണ് പോകുന്നതെന്ന് രത്നമേഖലയ്ക്ക് മനസ്സിലായി. ചാക്കുകൾ ഇറക്കി വെച്ച ഷെഡിൽ ധാരാളം ധാന്യങ്ങൾ വീണു കിടക്കുന്നുണ്ടാവും. ലോഡിറക്കി കഴിഞ്ഞ വാഗണുകൾക്കുള്ളിലും ഉണ്ടാവും. അടിച്ചു വാരിക്കൂട്ടി വാരിയെടുത്താൽ കുട്ട നിറച്ച് ഗോതമ്പ് അരിമണികളുമൊക്കെ കിട്ടും. കല്ലും മണ്ണും നീക്കി നന്നായി കഴുകി ഉണക്കിയെടുത്താൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ അസൽ അരിയും ഗോതമ്പും. പരിമളത്തിന് അതൊക്കെ ഇഷ്ടമുള്ള പണിയുമാണ്. വണ്ടികളും ആളുകളുമില്ലാത്ത ദിവസങ്ങൾ ക്വാർട്ടേഴ്സുകളിലെ സ്ത്രീകൾ കാത്തിരിക്കും. ഒരു മാസം അരിയും ഗോതമ്പും കാശ് കൊടുത്ത് വാങ്ങണ്ടല്ലോ. ആ സ്ത്രീകളുടെ പല നിറച്ചേലകൾ പച്ചപ്പുകൾക്കിടയിൽ തീർത്തും കാണാതായപ്പോൾ രത്നമേഖല അകത്തേക്ക് കയറി. പിൻമുറ്റത്ത് അവൾ പരിമളത്തെ കണ്ടുപിടിച്ചു. കുനിഞ്ഞു നിന്ന് വലിയ സ്റ്റീൽ ബക്കറ്റിലും അണ്ടാവിലുമായി അവൾ ഗോതമ്പ് കഴുകുകയാണ്. മരതകം നേരത്തെ കൊണ്ടുവന്നതായിരിക്കും. അവളുടെ പുറത്ത് വെയിൽ താളം ചവിട്ടുന്നു. ഇങ്ങനെ വെയിൽ കൊണ്ടുണങ്ങാൻ അവൾക്ക് എന്തിൻ്റെ കേടാണെന്ന് അവളെ കാണുമ്പോഴൊക്കെ പതിവുള്ള പോലെ ഇപ്പോഴും രത്നമേഖല ഓർത്തു. രാവിലെ നനച്ചിട്ട അമ്മയുടെ തുണികളും നേർമയുള്ള തോർത്തുമുണ്ടുകളും മടക്കിയെടുത്ത് വാസനിപ്പിച്ചു രത്നമേഖല. ഡെറ്റോളിൻ്റെ ഗന്ധത്തെയും മറികടക്കുന്ന വെയിലിൻ്റെ സുഗന്ധം അവൾക്ക് അനുഭവിക്കാനായി. കുട്ടിക്കാലത്ത് ഉണങ്ങിയ തുണികൾ മടക്കാനായി കൂട്ടിയിടുന്നതിൽ അവൾ മുഖം പൂഴ്ത്തി. ഈ വെയിൽ മണം വലിച്ചെടുക്കുമായിരുന്നു. കഴുകിയ തുണിയിൽ അഴുക്കാക്കാതെ പോ എന്ന് അമ്മയുടെ വഴക്ക് കേൾക്കുന്നതുവരെ അവൾ അങ്ങനെ കിടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ പരിമളത്തെ വാസനിച്ചാലും അതേ സുഗന്ധമായിരിക്കും. രത്നമേഖലയ്ക്ക് കൊതി തോന്നിപ്പോയി. അവളെ കെട്ടിപ്പിടിച്ച് ആ മണമൊന്ന് നുകരണമെന്നും തോന്നി. കഴിഞ്ഞോ? പരിമളം നിവർന്ന് ഞെട്ടിത്തിരിഞ്ഞു. രത്നയെ കണ്ട് അവളുടെ മുഖത്ത് മനോഹരമായൊരു ചിരി വിടർന്നു. ഒരു പിഞ്ചു കുഞ്ഞ് അമ്മയുടെ മാറോട് ചേർന്ന് അമരുമ്പോൾ അതിൻ്റെ മുഖത്ത് വിരിയുന്ന ചിരി പോലെ നിഷ്കളങ്കമായ ഒന്നെന്ന്. രത്നമേഖലയെ കൊതിപ്പിക്കുന്ന ആ ചിരി. അവൾ അറിയുന്നുണ്ടാകുമോ സ്വന്തം ചിരി ഇത്ര ഭംഗിയുള്ളതാണെന്ന്? അവളോട് ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടാകുമോ? അവൾ ആ വീട്ടിലെ ആരുടെയെങ്കിലും മുന്നിൽ അങ്ങനെ ചിരിക്കുന്നുണ്ടാവുമോ എന്നും രത്നമേഖല സംശയിച്ചു. ഒരുപക്ഷെ ഇത് തനിക്ക് മാത്രമുള്ളതാകാം. അങ്ങനെയെങ്കിൽ എത്ര നന്നായേനെ. മുടിഞ്ചാച്ച് ഇനി ഊറ വയ്ക്കണം. പരിമളം കൈവേഗത്തോടെ കഴുകി വാരിയ ഗോതമ്പ് വെള്ളം വാലാൻ വെച്ചു. കുറച്ച് കഴിഞ്ഞാൽ അതെടുത്ത് പായിൽ ചിക്കിയിടണം. കൊണ്ടാട്ടങ്ങളെല്ലാം അവൾ ഉണക്കി ഇന്നലെ തന്നെ പാട്ടകളിൽ നിറച്ചു കഴിഞ്ഞിരുന്നു. ഇന്ന് എന്ത് ചെയ്യുമെന്നറിയാതിരിക്കുമ്പോഴാണ് മാമിയാർ ഗോതമ്പും കൊണ്ടുവന്നത്. ജ്ഞാനശേഖറിന് നൈറ്റ് ഓഫ് ആണ്. ഉറങ്ങുകയാണെങ്കിലും അയാൾ അകത്തുള്ള പകലുകളിൽ മുറിക്കകത്തിരിക്കുന്നത് പരിമളത്തിന് ശ്വാസം മുട്ടലാണ്. മരുതകമാണെങ്കിൽ നീ ഉള്ളേരി, അവനെ ഏതാവത് വേണമെന്നാ ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഗോതമ്പ് ഇനിയും കൊണ്ടുവരാനുണ്ട്. ഒന്നിച്ച് കഴുകിയാൽ മതി. അതിനുവേണ്ടി തിരക്കിട്ട് ചാടി ഇറങ്ങണ്ട. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ നോക്കി മുറിക്കുള്ളിൽ എത്ര നേരം ഇരിക്കാനാണ്? മാമിയാർ പോയതും പരിമളം പുറത്തു കടന്നു. നീ വാ, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഇനി അത് വെയിലത്തിട്ടുണ്ടോ? പരിമളം ഒന്ന് സംശയിച്ചു. ജ്ഞാനശേഖർ 3 മണിക്ക് ശാപ്പാടിനെ ഇനി ഉണരൂ. മാമിയാർ വരാനും വൈകും. കൂട്ടുകാരൊത്താണ് പോയിരിക്കുന്നത്. അടിച്ചുവാരി കൊട്ട നിറച്ച് കഴിഞ്ഞാലും വർത്തമാനം പറഞ്ഞ് രസിച്ചും ഷെഡിന് മുന്നിലെ പൂവാക ചോട്ടിലിരുന്ന് മുറുക്കിയുമൊക്കെ സമയം കളഞ്ഞേ വരും. അവൾ ചെറിയ വേലി കവച്ചു വെച്ച് ഇപ്പുറത്തെത്തി. രത്നമേഖല അവൾക്ക് നാരകയിലെ കശക്കിയിട്ട തണുത്ത സംഭാരം കൊടുത്തു. ഉപ്പിൽ മുക്കിയെടുത്ത കൊണ്ടാട്ടങ്ങൾക്കിടയിൽ ഇരിക്കുന്നതുകൊണ്ട് അവൾ അടുത്തെത്തുമ്പോഴൊക്കെ ഉപ്പും മധുരവും അലിഞ്ഞ ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റിനെ പറ്റിയാണ് താൻ ഓർക്കുകയെന്ന് രത്നമേഖല തമാശ പറഞ്ഞു. കുട്ടിക്കാലത്ത് പെരിന്തൽമണ്ണയിലെ മാലച്ചിറ്റ വരുമ്പോഴായിരുന്നു രത്നമേഖല ആ ബിസ്ക്കറ്റിൻ്റെ സ്വർണ്ണ നിറ പാക്കറ്റ് കാണാറ്. അത് പൊട്ടിക്കുമ്പോഴുള്ള കിലുക്കിലി ഒച്ച കേൾക്കാൻ അവളും അനിയത്തിയും കാത്തു നിൽക്കും. ചിറ്റയുടെ 3 വയസ്സുകാരൻ മകൻ ആ ബിസ്ക്കറ്റെ തിരിഞ്ഞുകൊള്ളു അത്രേ. രത്നമേഖലയുടെ സമപ്രായക്കാരി രൂപ ഗമയോടെ അനിയന് ബിസ്ക്കറ്റ് പാതി തുറന്ന് ഓരോന്നെടുത്ത് കൊടുക്കും. അതിനിടയിൽ കൊതിപ്പിടിച്ച് നോക്കി നിൽക്കുന്ന രത്നമേഖലയ്ക്കും അനിയത്തി സ്വർണ്ണപ്രഭയ്ക്കും ഓരോന്ന് നീട്ടിയേക്കും. ചിലപ്പോൾ 2 ആൾക്കും കൂടി ഒന്ന്. വേഗം തീർന്നുപോയാൽ ഈ നാട്ടിൽ ക്രാക്ക് ജാക്ക് കിട്ടില്ല. അനിയൻ കരഞ്ഞു ബഹളം വയ്ക്കും. അവൻ വേറൊന്നും തിന്നുകയുമില്ല. കരഞ്ഞ് ശ്വാസം മുട്ടി ഒടുവിൽ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. രൂപ ഗൗരവത്തോടെ പറയുന്നത് രത്നമേഖല ഇപ്പോഴും ഓർക്കുന്നു. കാക്ക് മാക്ക് എന്ന് അവ്യക്തമായി കൊഞ്ചിപ്പറയുന്ന ആ 3 വയസ്സുകാരനെയും ഇപ്പോഴും അവൾക്കാകെ ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ക്രാക്ക് ജാക്ക് മാത്രമാണ്.
അമ്മയുടെ മുറിയിൽ അവർ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ട് രത്നമേഖല അവിടേക്ക് ചെന്നു. അവരുടെ വയറ്റിൽ നിന്ന് പോയതാണെന്ന് മനസ്സിലായപ്പോൾ അവൾ അത് വൃത്തിയാക്കാൻ തുടങ്ങി. രാവിലെയും പോയതാണ്. ഇപ്പോഴിപ്പോൾ ദിവസം 3-4 തവണയൊക്കെ വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്. ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കൂടുതലായി കഴിക്കുന്നതുകൊണ്ടോ പേശികൾ അയഞ്ഞു തുടങ്ങിയതുകൊണ്ടോ ആവാം. സാന്ത്വനയിൽ നിന്ന് കിട്ടുന്ന ഡയപ്പറുകൾ മതിയാകാതെ വരുന്നു. വിപിനൻ വേറെ വാങ്ങി തരികയൊന്നുമില്ല. രത്നമേഖല അലമാരയിലിരിക്കുന്ന അമ്മയുടെ വേഷ്ടിയും മുണ്ടും കീറിയെടുത്ത് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ പതിവ്. ഉടുപ്പുയർത്തി അവളുടെ ഡയപ്പർ അഴിച്ചെടുത്ത് മാറ്റി ഇളം ചൂടുവെള്ളത്തിൽ മുക്കിത്തുടച്ച് പൗഡർ തൂക്കി അവിടമൊക്കെ ഉണങ്ങാനായി ഫാൻ കൂട്ടിയിട്ടു രത്നമേഖല. പാതി നഗ്നയായുള്ള ആ കിടപ്പ് അവരെ ലജ്ജിപ്പിക്കുന്നുണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളിൽ പതിവുള്ളതുപോലെ അവരുടെ കണ്ണുകളിൽ നീർ തുളുപ്പി. രത്നമേഖലയ്ക്ക് പക്ഷേ ഒരു ദയവും തോന്നിയില്ല. അവൾ അവരെ അങ്ങനെ തന്നെ കിടത്തി. ജലനരകൾ ബാധിച്ചു തുടങ്ങിയ ആ നഗ്നത അവളെയും അറപ്പിക്കാറുണ്ട്. മറ്റുള്ളവർക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു കിടക്കേണ്ടി വരുന്നത് എത്രമേൽ നിസ്സഹായമാണെന്നും അവൾക്കറിയാം. എങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഏതു വിധേനയും ആ സ്ത്രീ സ്വയം തൻ്റെ ഉടുപ്പ് താഴേക്ക് വലിച്ചിട്ടേനെയെന്നും അവൾ ഓർത്തു. നീ കേട്ടിട്ടുണ്ടോ, യോനി വാക്കുകൾ പുറപ്പെടുവിക്കാത്ത മഹത്തായ വായയാണെന്ന്? ഏതോ കവിതയോ തത്വചിന്തയോ മറ്റോ ആണ്. പക്ഷേ എത്ര സത്യമാണ് അല്ലേ? പ്രപഞ്ചത്തിലെ ആദിമമായ വായ. അതിൽ വീണു തുലഞ്ഞ മഹാന്മാരും ഏറെ. അതിലൂടെ പുറത്തു വന്ന മഹാന്മാരും ഏറെ. ഇവരുടേത് നോക്കൂ, ഞാൻ ഇടയ്ക്കിടെ ട്രിം ചെയ്തു കൊടുക്കാറുണ്ട്. ഇതിലൂടെ പുറത്തു വന്നത് ഒരു മഹാൻ മാത്രം. എൻ്റെ ജീവിതം കുട്ടിച്ചാറാക്കാൻ വന്ന മഹാൻ. ഇതിൽ വീണു തുലഞ്ഞവരും ആരും ഉണ്ടാവില്ല. ഈ സ്ത്രീയുടെ രഹസ്യാവയവങ്ങളൊക്കെ ഏറെക്കുറെ നിഷ്പ്രയോജനങ്ങളായിരുന്നു. അവർക്കും ഉപകരിച്ചില്ല, മറ്റാർക്കും ഉപകാരപ്പെട്ടുമില്ല. രത്നമേഖല അലിവില്ലാത്ത ഒച്ചയിൽ പറയുമ്പോൾ പരിമളം അസ്വസ്ഥയായി. ഇനി ചിലപ്പോൾ അവൾ ലജ്ജയില്ലാതെ നിന്റെ കാര്യം എങ്ങനെ പരിമളം എന്ന് ചോദിച്ചേക്കും. വിനോദിനിയുടെ ദേഹം അനാവൃതമാക്കുമ്പോഴൊക്കെ രത്നം ഇങ്ങനെ ഏതെങ്കിലും പറയാതിരിക്കില്ല. അവർ ആ കിടപ്പിൽ മൂത്രം കൂടി ഒഴിച്ചതോടെ രത്നമേഖല കഷ്ട അമ്മേ, പിന്നെ ഒക്കെ നനച്ചല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റതുകൊണ്ട് പരിമളം തൽക്കാലം രക്ഷപ്പെട്ടു. മൂത്ര ഷീറ്റിൽ പടർന്ന് അവരുടെ ഉടലിൻ്റെ മേൽഭാഗം കൂടി നനഞ്ഞിരുന്നു. ദേഹമുയർത്തി അവരുടെ ഉടുപ്പഴിച്ചെടുക്കാൻ പരിമളം രത്നയെ സഹായിച്ചു. ചൂടുവെള്ളത്തിൽ വീണ്ടും മുക്കിത്തുറയ്ക്കുമ്പോൾ കൂടെ നനയുന്നതുകൊണ്ടും ഇങ്ങനെ മുക്കിത്തുറയ്ക്കുന്നതുകൊണ്ടും അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലെ സ്കിൻ ദ്രവിച്ചു തുടങ്ങിയെന്ന് രത്ന പരിമളത്തോട് പറഞ്ഞു. എത്ര ശ്രദ്ധിച്ചാലും ഇനിയധികം വൈകാതെ അവിടൊക്കെ പൊട്ടുകളും പുണ്ണുകളും വരും. മുഖം മാത്രമേ തനിക്ക് നന്നാക്കി വെക്കാൻ പറ്റൂ. എത്ര യൂഡിക്കൊളാൻ പൂശിയാലും എത്ര ലിറ്റർ ഡെറ്റോൾ തൂക്കിയാലും കിലോ കണക്കിന് മരുന്ന് പുരട്ടിയാലും അവരിൽ നിന്നിനി ദുർഗന്ധം ഉയരാൻ തുടങ്ങും. ഇത്രയും വർഷങ്ങൾ. എനിക്ക് തോന്നുന്നത് അന്നേ ഇവർക്ക് എണീക്കണമെന്നില്ലെന്നാണ്. 52 വയസ്സിൽ കിടന്നുപോയ ഒരാൾക്ക് ഇക്കാലത്തിനിടയ്ക്ക് വേണമെന്ന് വെച്ചാൽ സ്വന്തം അവസ്ഥ സ്വയം മെച്ചപ്പെടുത്താമായിരുന്നു. എത്ര സപ്പോർട്ട് ഞാൻ കൊടുത്തിരുന്നു, നീയും കണ്ടിട്ടുള്ളതല്ലേ. ഫിസിയോതെറാപ്പി മാത്രമല്ല, സൈക്യാട്രിക് നേഴ്സിംഗിലായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ പ്രൊജക്റ്റ് ചെയ്ത്. അതും ഞാൻ പരീക്ഷിച്ചു. ഞാൻ ഇവരെ പ്രോത്സാഹിപ്പിച്ചു, പ്രകോപിപ്പിച്ചു, പരിഹസിച്ചു. പക്ഷേ ഒരു പ്രതികരണവുമില്ലാത്ത ഈ മരവിച്ച കിടപ്പ് എനിക്ക് സത്യമായും അടുത്തു. പരിമളത്തിനും അത് ശരിയാണെന്ന് തോന്നി. വിനോദമ്മയ്ക്ക് എഴുന്നേൽക്കണമെന്നില്ല. എഴുന്നേറ്റ് വന്നാൽ തൻ്റേതായിരുന്ന ഇടങ്ങളിലൊക്കെ വേറൊരുവൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് ഒഴിഞ്ഞു മാറേണ്ടി വരുമെന്നോർത്തായിരിക്കുമോ അത്? ഇപ്പോൾ അവർ ഈ ക്വാർട്ടേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ്. അവരെ ചുറ്റിപ്പറ്റിയാണ് ഇവിടെ ജീവിതം ചലിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇതിനുള്ളിൽ ദിവസങ്ങൾ പുലരുകയും ഒടുങ്ങുകയും ചെയ്യുന്നത്. അതൊന്നും നഷ്ടപ്പെടുത്താൻ വയ്യാതെ ബോധപൂർവം സ്വീകരിച്ചതാവുമോ ഈ കിടപ്പ്? എങ്കിൽ എത്ര സാമർത്ഥ്യക്കാരിയായ സ്ത്രീയാണ് വിനോദമ്മ. പരിമളത്തിന് വായിൽ കൈപ്പൂറി. ആ മുറി എങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ടും അതിനുള്ളിൽ കെട്ടഗന്ധം തങ്ങി നിന്നു. രത്നമേഖല മുറിയിലെ ജനൽപ്പാളികൾ തുറന്നിട്ടു. ചെറിയ ജനലാണ്. അതിലൂടെ 12 മണി വെയിൽ ഇരച്ചു കയറി വന്ന് ഏതാണ്ട് പൂർണ്ണമായും നഗ്നയായി കിടക്കുന്ന വിനോദിനിയുടെ ശരീരം നക്കിത്തുറയ്ക്കാൻ തുടങ്ങി. ജനലുകൾ തുറക്കാൻ വിപിനുള്ളപ്പോൾ സമ്മതിക്കാറില്ല. പൊടി കയറുമെന്നും ആരെങ്കിലും ജനലിലൂടെ വന്ന് എത്തി നോക്കുമെന്നൊക്കെയാണ് അയാൾ പറയാറ്. രത്നമേഖല വിനോദിനിക്ക് ഉടുപ്പിട്ട് കൊടുക്കുമ്പോൾ പരിമളം അവരുടെ ദേഹം ഉയർത്തിക്കൊടുത്തു. പെണ്ണുങ്ങളുടെ ഉടുപ്പിടാത്ത ശരീരം വല്ലാത്ത അസ്വസ്ഥയുണ്ടാക്കുമല്ലേ? ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇതിപ്പോൾ വിപിനിൻ്റെ അച്ഛനായിരുന്നെങ്കിൽ ഒരു മുണ്ട് മാത്രം ചുറ്റി കിടത്താമായിരുന്നു. എപ്പോഴും ദേഹം ഉയർത്തിയും ഉടുപ്പ് മാറ്റിയും എൻ്റെ നടു ഒടിയാതിരുന്നേനെ. വിനോദിനിയുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് രത്നമേഖല പിറുപിറുത്തു. അവൾ ജനലുകൾ വലിച്ചിടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പരിമളത്തോട് പറഞ്ഞു, ഞാൻ ഓർക്കുകയായിരുന്നു, ചെറുതായിരുന്നപ്പോൾ ഒരിക്കൽ എന്നെയും സ്വർണ്ണപ്രഭയും ചെറിയച്ഛൻ്റെ ജോലിസ്ഥലത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വിഷുവിന് നാട്ടിൽ വന്ന ചെറിയച്ഛൻ്റെ കൂടെ ഞങ്ങൾ വാശി പിടിച്ച് പോയതാണ്. രാത്രി മുഴുക്കെ യാത്രയായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ദൂരയാത്ര. എൻ്റെ അടുത്തിരുന്ന സ്ത്രീ എവിടെ ഇറങ്ങിപ്പോയപ്പോൾ ചെറിയച്ഛൻ അടുത്തു വന്നിരുന്നു. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. രാത്രി മുഴുക്കെ ഞാൻ കാഴ്ചകൾ കാണാൻ കണ്ണുമിഴിച്ചിരിക്കുകയായിരുന്നു. ഉറക്കം തൂങ്ങി വീഴുന്നതിനിടയിൽ ചെറിയച്ഛൻ വിളിച്ചുണർത്തി ഒരു സ്ഥലത്തിൻ്റെ പേര് കാണിച്ചു തന്നു. മുലച്ചിപ്പറമ്പ്. അതെന്ത് പേരാണെന്ന് ചോദിക്കുമ്പോൾ നിനക്കും
മുലച്ചിപ്പറമ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് അയാളെൻ്റെ നെഞ്ചു തിരുമാൻ തുടങ്ങി. അവിടെ അന്ന് കാര്യമായൊന്നുമില്ല. ഞാൻ വേദനിച്ച് പുളഞ്ഞു. വീടിനടുത്തുള്ള സ്റ്റോപ്പ് എത്തുന്നതുവരെ അയാൾ എന്നെ വേദനിപ്പിച്ചു കാണും. പിന്നെ അയാളെ കാണുമ്പോഴേ ഞാൻ പേടിച്ച് മാറി മാറി പോകാൻ തുടങ്ങി. വലുതായപ്പോഴാണ് മുലച്ചിപ്പറമ്പിൻ്റെ കഥ കേട്ടത്. പണ്ടുകാലത്ത് മുലയ്ക്ക് പെണ്ണുങ്ങൾ നികുതി കൊടുക്കുമായിരുന്നത്രേ. അങ്ങനെ കൊടുക്കാൻ ഗതിയില്ലാത്ത നങ്ങേലി എന്ന ഒരു സ്ത്രീ നികുതി പിരിക്കാൻ വന്ന അധികാരിയുടെ മുന്നിൽ വിളക്കും കൊളുത്തി നാക്കില വെച്ച് മുല രണ്ടും അറുത്ത് അതിൽ വെച്ചു കൊടുത്തു. ആ സ്ഥലമാണത്രേ മുലച്ചിപ്പറമ്പ്. കഥയോ സത്യമോ എന്നറിയില്ല. പക്ഷേ അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പ്രായത്തിൽ ചെറിയച്ഛൻ എൻ്റെ കുഞ്ഞുമുലകൾ ഞെരടുമ്പോൾ അത് മുറിച്ച് കളയണമെന്നും അയാൾക്ക് എടുത്തോന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കൊടുക്കണമെന്നും സത്യമായിട്ടും എനിക്ക് തോന്നി. എല്ലാ പെണ്ണുങ്ങൾക്കും അത് തോന്നും. ഒരിക്കലെങ്കിലും തോന്നാത്ത ആരും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിനക്കും തോന്നിയിട്ടില്ലേ പരിമളം? ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അമ്മയുടെ മുലകളങ്ങ് ചെത്തിക്കളഞ്ഞാൽ ഉഷ്ണകാലത്തൊക്കെ എത്ര സൗകര്യമായിരുന്നു. ആണുങ്ങളെ പോലെ മേൽപോട്ട് ഒന്നും ഇടാതെ കിടത്തായിരുന്നു. കയ്പുള്ള ചില ഓർമ്മകൾ ഒരിക്കലും വെളിച്ചത്തിലേക്ക് വലിച്ചിടില്ലെന്ന വാശിയോടെ അതിനെയൊക്കെ ഒന്നുകൂടി മനസ്സിൽ ആഴങ്ങളിലേക്ക് അമർത്തിത്തള്ളി പരിമളം രത്നമേഖലയോട് ദേഷ്യപ്പെട്ടു. എന്തൊക്കെയാണ് രത്ന നീ പറയുന്നത്? നിനക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ എന്നെ വിളിക്കൂ. വിപിനില്ലാത്ത സമയത്തൊക്കെ ഞാൻ വരാം. ഇത്തരം തലത്തിരിഞ്ഞ എളുപ്പപ്പണികളെപ്പറ്റി മനസ്സിലുകൂടി ആലോചിക്കരുത്. ഏതാ ഇരുന്നാലും ഒന്നോടെ മാമി അരക്കും. തമാശ പറഞ്ഞതാണോ എന്ന് രത്നമേഖല പരിമളത്തിൻ്റെ ഭയന്ന മുഖത്തും മെല്ലെ തൊട്ടു. അവൾ വിചാരിച്ചിട്ടുണ്ടാവുമോ താൻ ശരിക്കും അമ്മയുടെ മുലകൾ ചെത്തിക്കളയുമെന്ന്? ചില സമയത്ത് പരിമളം കൊച്ചുകുട്ടികളെ പോലെ ബാലിശമായി സംസാരിക്കും. പാവം രത്നമ്മയ്ക്ക് അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആഗ്രഹം തോന്നി. തീരെ തുറക്കാറില്ലാത്തതുകൊണ്ട് ജനൽപ്പാളികൾ ഒട്ടും വഴങ്ങുന്നുണ്ടായിരുന്നില്ല. അവ ചേർത്തടയ്ക്കാൻ തന്നെ പ്രയാസപ്പെട്ടു രത്നമേഖല. പരിമള തൊട്ടടുത്ത് വന്ന് അവളെ സഹായിച്ചു. ചേർന്ന് നിൽക്കുമ്പോൾ അവളിൽ നിന്ന് ഉപ്പും മധുരവുമുള്ള ഗന്ധം ഉയരുന്നതായി രത്നമേഖല അറിഞ്ഞു. മൂക്ക് വിടർത്തി അതാഞ്ഞു വലിച്ചുകൊണ്ട് അവൾ പരിമളത്തിൻ്റെ ചെവിയിൽ ചുണ്ടുകൾ അടുപ്പിച്ച് ചോദിച്ചു, നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ പരിമളം? ആരും അറിയാത്ത എവിടെയെങ്കിലും? പരിമളം പൊട്ടിച്ചിരിച്ചതേയുള്ളൂ. എത്ര തീവ്രമായ ആഗ്രഹത്തോടെയാണ് രത്നമേഖല അത് പറഞ്ഞതെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നില്ല. കുടുങ്ങിപ്പോയ നുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് സ്വപ്നം കാണാൻ പോലും ധൈര്യമില്ലാത്ത പെണ്ണുങ്ങളുടെ കൂട്ടത്തിലാണ് പരിമളം. അതും ചുമന്ന് നടന്നു തീർക്കുക എന്നതല്ലാതെ മറ്റൊരു തിരഞ്ഞെടുപ്പും അവൾക്കില്ല. രത്നമേഖലയ്ക്കൊപ്പം വളക്കടയിലേക്കോ ഹനുമാൻ കോവിലേക്കോ ഏറി വന്നാൽ ട്രെയിൻ കയറി മരുതമലയിലേക്കോ പോകണമെന്നൊക്കെ അവൾ ആഗ്രഹിച്ചിട്ടുണ്ട്. കുത്തനെയുള്ള പടികൾ കയറി ചെല്ലുന്തോറും വന്യമായൊരു ഭംഗിയിലും ഏകാന്തതയിലും പുതഞ്ഞു പോകുന്ന പ്രതീതമുണ്ടാക്കുന്ന ആ മലമുകളിലേക്ക് രത്നവുമൊത്തു പോകുന്നത് അവളുടെ തീവ്രമായൊരു അഭിലാഷണമാണ്. മാസത്തിലെ എല്ലാ ബുധനാഴ്ചകളിലും മരുതകത്തിനൊപ്പം മരുതമലയിലേക്കുള്ള പടികൾ ചവിട്ടുമ്പോഴൊക്കെ അവൾ രത്നം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നോർക്കാറുണ്ട്. എങ്കിൽ ഈ കയറ്റം ഇത്രയും കഷ്ടപ്പെടുത്തില്ല, വെയിലിങ്ങനെ പൊള്ളിക്കില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതെല്ലാം രാവിലെ പോയി രാത്രിയാവും മുമ്പ് തിരിച്ചു വരേണ്ട ചെറിയ യാത്രകളാണ്. അതല്ലാതെ ആരുമറിയാത്ത ഒരിടത്തേക്ക് എന്നേക്കുമായി പോയി മറയലൊന്നും അവളുടെ സ്വപ്നങ്ങളിലില്ല. അതുമല്ല, തൊട്ടടുത്ത ദിവസം പരിമളം ബാലസമുദ്രത്തിനേക്ക് പോകാനിരിക്കുകയാണ്. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും സ്വന്തം ഊരിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ഓർമ്മ തന്നെ അവളെ ഉന്മാദിനിയാക്കുന്നുണ്ട്. ജനാല വലിച്ചടയ്ക്കുമ്പോൾ മരുതകത്തിൻ്റെ പച്ചച്ചാലയിലെ മഞ്ഞ ചുങ്കുടി വൃത്തങ്ങൾ ദൂരെ ഇലപ്പടർപ്പുകൾക്കിടയിൽ രത്നമേഖല കണ്ടു. നിന്റെ മാമിയാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞതോടെ പരിമളം വെപ്രാളപ്പെട്ടു. താൻ മുറിക്കുള്ളിലായിരുന്നു എന്നറിഞ്ഞാൽ മാമിയാർ കലമ്പും. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അവർ അവളോട് കലഹിക്കുന്നത് പതിവാണ്. അപ്പുറം പാക്കലാം എന്ന് യാത്ര പറഞ്ഞ് പിൻവാതിലൂടെ കടന്ന് അവൾ വീടിനുള്ളിലേക്ക് മറയുന്നത് നോക്കി നിന്നു രത്നമേഖല. അവൾക്ക് വല്ലാത്ത തളർച്ചയും ക്ഷീണവും തോന്നി. എവിടെയെങ്കിലും ഇരുട്ടിൽ പുതഞ്ഞ് ബോധമറ്റ് ഉറങ്ങണമെന്ന് കൊതിയായി. പക്ഷെ പറ്റില്ല. അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം. ചിലപ്പോൾ വീണ്ടും അവർ വിസർജനം നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പണിയായി. 4 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വിപിനൻ വരും. അയാൾക്ക് ടിഫിൻ ഉണ്ടാക്കണം. മറ്റൊരാളുടേതായിരുന്നു തൻ്റെ ഈ ഉടലെങ്കിലെന്ന് രത്നമേഖല വാതിൽ ചാരി നിന്ന് വെയിൽ തിളയ്ക്കുന്ന പിന്നാമ്പുറത്തേക്ക് നോക്കി വെറുതെ ഓർത്തു. എങ്കിൽ ഈ ദുരിതങ്ങളൊന്നും താൻ അനുഭവിക്കേണ്ടി വരിയിരുന്നില്ല. ശരിക്കുള്ള താനല്ല ഈ ചെറിയ ക്വാർട്ടേഴ്സിൽ നട്ടുച്ചയ്ക്ക് തളർച്ചയോടെ വാതിൽ ചാരി നിൽക്കുന്നത്. അവൾ എവിടെയോ ഏതോ ആശുപത്രിയിൽ വെള്ളവസ്ത്രത്തിനുള്ളിൽ ചടുതലയോടെ ഓടി നടക്കുകയാണ്. അവൾ മുഴുവനായും ആനന്ദവും പ്രസരിപ്പുമാണ്. അത് ചുറ്റുപാടും സമൃദ്ധമായി വാരി വിതറുന്നുമുണ്ട്. അതല്ലെങ്കിൽ ഏതോ തണുപ്പുള്ള മലമുകളിലെ പഴയ ബംഗ്ലാവിൽ കൂട്ടുകാരികൾക്കിടയിലിരുന്ന് ഉറക്കെ ചിരിച്ചും പാട്ടുപാടിയും തീ കായുകയാണവൾ. വിപിനൻ എന്നോ വിനോദിനി എന്നോ അവർ കേട്ടിട്ട് പോലുമില്ല. ഒരിക്കലും കേൾക്കാൻ പോകുന്നുമില്ല. അത് എത്ര നന്നായേനെ. സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഡയറക്ടർ നിത്യസഹായം ഒരിക്കൽ വിപിനൻ്റെ വീട്ടിൽ വന്നു. ചില സാധനങ്ങൾ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഓഫീസിൽ വന്നതായിരുന്നു അയാൾ. അയക്കേണ്ടത് തൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ള ചില സ്വകാര്യ വസ്തുക്കളായതുകൊണ്ട് മാത്രമാണ് അയാൾ തന്നെ നേരിട്ട് വന്നത്.
നിത്യസഹായത്തിൻ്റെ ഭാര്യ മേരി പ്രീത ഇപ്പോൾ പൂനെയിലുള്ള ഒരു ആശ്രമത്തിലാണ്. മക്കളുടെ മരണശേഷം മനഃശാന്തിക്ക് വേണ്ടി അവരിരുവരും പല വഴികളും തിരഞ്ഞിരുന്നു. അവയൊക്കെയും പരസ്പര വിരുദ്ധങ്ങളുമായിരുന്നു. പ്രണയിച്ച് വിവാഹിതരാവുകയും 10-20 വർഷങ്ങൾ സന്തുഷ്ട ദമ്പതികളായി ജീവിക്കുകയും ചെയ്ത അവർക്ക് ആ സംഭവത്തിന് ശേഷമാണ് തങ്ങൾക്കിടയിലെ സ്നേഹരാഹിത്യത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടായത്. മക്കളുടെ ഇടങ്ങൾ ഒഴിഞ്ഞതോടെ രണ്ടു പേർക്കുമിടയിലെ അകലം ഭയപ്പെടുത്തും വിധം കൂടിക്കൂടി വന്നു. വീട്ടിനുള്ളിലെ ജീവിതം ഏതോ കൈതക്കാട്ടിൽ കണ്ണും പൂട്ടി നടക്കുമ്പോഴെന്ന പോലെ രാവും പകലും അവരെ കീറിമുറിച്ചു. സ്നേഹനിർഭരമെന്ന് അവർ തെറ്റിദ്ധരിച്ച ഒന്നിച്ചുള്ള ജീവിതം അന്ന് ആ തടാകത്തിൽ മുങ്ങിപ്പോയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ പ്രണയത്തോടെ പരസ്പര വിശ്വാസത്തോടെ അവർ നടത്തിയ അവസാനത്തെ വിനിമയം ആ ചോളക്കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിയ ആവി പൊങ്ങിയ ചോളക്കതിരുകളായിരുന്നു. പിന്നെ ഒന്നുമില്ല. തങ്ങൾക്കിടയിൽ പൊതുവായി ഒന്നും ബാക്കിയായിട്ടില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് രണ്ടുപേരും വ്യത്യസ്ത ദിശകളിലേക്കാണ് നടന്നത്. അധികമൊന്നും വൈകാതെ തൻ്റെ ഇടം കണ്ടെത്താൻ നിത്യസഹായത്തിന് സാധിച്ചു. സാന്ത്വന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായതോടെ അയാളുടെ ജീവിതം തിരക്കുള്ളതും കൂടുതൽ അസ്വസ്ഥവുമായി. അയാൾക്കതായിരുന്നു വേണ്ടത്. ഒരിക്കലും സ്വസ്ഥനായി ഇരിക്കരുത്. ഒരിക്കലും കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിക്കാൻ ഇടക്കിട്ടരുത്. വർത്തമാനകാലത്തിൽ ജീവിക്കണം. ശരിക്കും ആണ്ടു മുഴുകി തന്നെ ജീവിക്കണം. സാന്ത്വനയിൽ അയാൾക്കത് സാധ്യമായി. ദുരിതം തിന്നുന്നവർ മാത്രമാണ് ഇവിടെ അയാളെ തേടി വന്നത്. ദുഃഖമൊളിപ്പിച്ച് ചിരിച്ച മുഖവുമായി വന്നവർ പോലും 1-2 മിനിറ്റുകൾക്കുള്ളിൽ മുഖം മൂടികൾ അഴിഞ്ഞു വീണ് നിസ്സഹായതയോടെ നിത്യസഹായത്തിന് മുന്നിലിരുന്ന് വിതുമ്പും. സാന്ത്വനയിലെ ചുരുക്കം ജോലിക്കാർ പോലും ഇരുണ്ടു വിഷാദം തിളങ്ങുന്ന മുഖമുള്ളവരായിരുന്നു. അവരാരും അവിടെ വരുമ്പോൾ അങ്ങനെയായിരുന്നില്ലെന്ന് നിത്യസഹായത്തിനറിയാം. വന്നതിന് ശേഷം അങ്ങനെയായി പോയതാണ്. മേരി പ്രീതയുടെ വഴികൾ അത്ര എളുപ്പമായിരുന്നില്ല. അവൾ പല ഇടങ്ങളിലേക്കും ഓടി നടന്നു. ഒരിടത്തെത്തുമ്പോൾ മറ്റൊരിടം അവളെ പ്രലോഭിപ്പിച്ചു. ഒരിടവും സ്ഥായിയായ സ്വസ്ഥതയോ മനഃശാന്തിയോ കൊടുത്തതുമില്ല. പലതവണ അവൾക്ക് ഡോക്ടറെയും മനഃശാസ്ത്ര കൗൺസിലർമാരെയും സന്ദർശിക്കേണ്ടി വന്നു. സ്ട്രെസ് റിലീഫിനുള്ള എത്രയോ ഡോസ് മരുന്നുകൾ വിഴുങ്ങേണ്ടി വന്നു. കടുത്ത സമ്മർദ്ദങ്ങൾ അനുഭവിക്കുമ്പോഴൊരിക്കലും പക്ഷേ അവൾ നിത്യസഹായത്തിൻ്റെ സഹായം തേടിയാലെന്നായിരുന്നു അത്ഭുതം. ഇനിമേൽ അയാളെ വിശ്വസിക്കാനോ ആശ്രയിക്കാനോ കൊള്ളില്ലെന്ന് അവളുടെ മനസ്സ് ഉറച്ചു വിശ്വസിച്ചു. ഒറ്റയ്ക്കുള്ള അലച്ചിലുകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ മേരി പ്രീതയ്ക്ക് വീണ് കിട്ടുന്നതോ ആരെങ്കിലും വിളമ്പിത്തരുന്നതോ അല്ല മനസ്സമാധാനമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉരിയാട്ടമില്ലാതെ കാലങ്ങളോളം ചൂരിച്ചാരി ഇരിക്കുന്നതും അങ്ങനെയിരുന്ന് സ്വയം ഉരുകുന്നതും മനഃശാന്തിക്കുള്ള വഴിയാണെന്ന സന്മാർഗം വായിച്ചറിഞ്ഞപ്പോഴാവണം അവൾ മൗനവ്രതത്തിലേക്ക് തിരിഞ്ഞത്. അത്തരം വഴികളിലൂടെ നടന്നേ തന്നെ തുടർന്ന് അവൾ പോയി. ലോകത്തെയും ജീവിതത്തെയും വ്യാഖ്യാനിക്കാൻ മൗനമെന്ന ഭാഷയ്ക്ക് കഴിയുന്നത്രയും മറ്റൊന്നിനും ആവില്ലെന്ന് അവൾക്കിപ്പോഴറിയാം. അധ്യാപികയായി ജോലി ചെയ്തിരുന്നപ്പോഴും അമ്മ, ഭാര്യ എന്നൊക്കെയുള്ള പദവികൾ ഉണ്ടായിരുന്ന കാലത്തും എത്രയധികം ഒച്ചകളാണ് താൻ ഉണ്ടാക്കിയിരുന്നതെന്ന് മേരി പ്രീത ഇന്ന് അതിശയത്തോടെ ഓർക്കും. ജീവിതത്തിൽ ഉടനീളം മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്നതിലധികം അനാവശ്യമായ ശബ്ദങ്ങളാണ്. എത്രയോ കുഴപ്പങ്ങൾക്കും കലഹങ്ങൾക്കും വഴിവെക്കുന്ന ശബ്ദങ്ങൾ. എങ്ങും പോവാനില്ലാത്തപ്പോൾ എല്ലാ വഴികളും നേർവഴിയാണെന്നും ഒരിക്കലും വഴിതെറ്റുകയുമില്ലെന്ന തത്വത്തിൽ അവൾ വിശ്വസിക്കുകയും ഇപ്പോൾ പൂനെയിലെ ആശ്രമത്തിൽ ശാന്തി തിരയുകയും ചെയ്യുന്നു. തിരയുകയാണോ അതോ അവൾ അത് കണ്ടെത്തിക്കഴിഞ്ഞോ എന്ന് നിത്യസഹായത്തിന് സംശയവുമുണ്ട്. മേരി പ്രീതയുടെ ആശ്രമം നടത്തുന്ന അനാഥാലയത്തിലേക്കും അഗതി മന്ദിരത്തിലേക്കുമൊക്കെയായി തൻ്റെ വീട്ടിലെ പല സാധനങ്ങളും അവൾ നിത്യസഹായത്തിനോട് ആവശ്യപ്പെടാറുണ്ട്. സംസാരിക്കാത്തതുകൊണ്ട് മെയിലുകളായാണ് മേരി പ്രീത തൻ്റെ ആവശ്യങ്ങൾ നിത്യസഹായത്തെ അറിയിക്കാറ്. ഒരുപാട് ഫർണിച്ചറുകളും പാത്രങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന തങ്ങളുടെ വീട് ഒഴിഞ്ഞൊഴിഞ്ഞു വരുന്നത് നിത്യസഹായത്തെയും ആശ്വസിപ്പിക്കുന്നു. മുൻപ് നിന്ന് തിരിയാൻ ഇടമില്ലാത്തതെന്നും വലുതാക്കണമെന്നും ഒക്കെ തോന്നിപ്പിച്ചിരുന്ന അവരുടെ വീടിപ്പോൾ അതിവിശാലമാണ്. ഒരു ദിവസം പൂർണ്ണമായും എല്ലാ സാധനങ്ങളും അവിടെ നിന്നൊഴിഞ്ഞേക്കും. വീട്ടു സാധനങ്ങൾക്ക് പുറമെ ആ വീടും മേരി പ്രീതയ്ക്ക് ആവശ്യം വരുമോ എന്നറിയില്ല. അതിന് സാധ്യത കുറവാണ്. അവളുടെ ആശ്രമത്തിന് ഇവിടെ ശാഖകളില്ല. നിത്യസഹായം അവളുടെ മെയിൽ കിട്ടുമ്പോൾ അവൾ ആവശ്യപ്പെട്ട സാധനങ്ങൾ എടുക്കാൻ മാത്രമാണ് മിക്കപ്പോഴും അങ്ങോട്ട് പോവാറ്. സാന്ത്വനയുടെ മുകൾ നിലയിൽ അയാൾക്കൊരു മുറിയും കിടക്കയുമുണ്ട്. അതിന് പുറത്തേക്ക് ചെറിയ ബാൽക്കണിയുമുണ്ട്. അതൊരു ആർഭാടം തന്നെയാണ്. തൂണുകളും മേൽക്കുരയുമില്ലാത്ത ഒരു പാർപ്പിടം അയാളുടെ സ്വപ്നത്തിലുണ്ട്. മേൽക്കുരയില്ലാത്തതിനെ മഴ നനയ്ക്കുകയില്ലെന്നും വെയിൽ പൊള്ളിക്കുകയില്ലെന്നും തൂണുകളും ചുവരുകളും ഇല്ലാത്തിടത്ത് കാറ്റിനൊന്നും ചെയ്യാനില്ലെന്നും അയാൾ അറിയുന്നു. അത്രയും നിർമ്മതത്വം, അത്രയും നിസ്സംഗത. അങ്ങോട്ടെത്താൻ തനിക്ക് ഇനിയും ഏറെ നടക്കാനുണ്ട്. ഒരുപക്ഷെ മേരി പ്രീത തനിക്ക് മുൻപേ അവിടെ എത്തിയെന്ന് വരാം. ചിലപ്പോൾ ഇതിനകം തന്നെ അവൾ അവിടെ എത്തിയിട്ടുമുണ്ടാകാം. അത് ഓർക്കുമ്പോഴൊക്കെ നിത്യസഹായം അസൂയാണോ അനുതാപമാണോ എന്നയാൾക്ക് തന്നെ തിരിച്ചറിയാനാവാത്ത അഗാധമായൊരു ചലനം ഉള്ളിലറിയും.
മേരി പ്രീത കുറച്ച് പാത്രങ്ങളായിരുന്നു ഇത്തവണ ആവശ്യപ്പെട്ടത്. ഡൈനിങ് ഹാളിലെ കണ്ണാടി അലമാരകളിൽ ഭംഗിയായി നിരത്തി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ നിത്യസഹായം കാർഡ്ബോർഡ് പെട്ടികളിൽ വൈക്കോൽ നിരത്തി പൊട്ടാത്ത വിധം ശ്രദ്ധയോടെ പാക്ക് ചെയ്തു. ആ പാത്രങ്ങളൊന്നും അവരൊരിക്കലും ഭക്ഷണത്തിന് ഉപയോഗിച്ചവയല്ല. വിലപിടിച്ചതും ഭംഗിയുള്ളതുമായതുകൊണ്ട് നിത്യോപയോഗത്തിന് പറ്റാത്തവയെന്ന് കരുതി പ്രദർശന വസ്തുക്കളായി വെച്ചവയായിരുന്നു അവ. ഓരോ വീടും ഓരോ മ്യൂസിയമാണെന്ന് നിത്യസഹായം അതൊക്കെ കെട്ടിവെക്കുമ്പോൾ ഓർത്തുപോയി. ഇനി അവയെല്ലാം വളരെ ദൂരെ ഏതോ ഓർഫനേജിലെ കുട്ടികൾ ഉപയോഗിച്ചേക്കും. അതോ ഭംഗിയുള്ളെന്ന് വിധിച്ച് അവിടെയും അവ മാറ്റിവെക്കപ്പെടുമോ? നിത്യസഹായത്തിനറിയില്ല. പാഴ്സൽ ഓഫീസിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം അന്നത്തെ ട്രെയിനിൽ തന്നെ അവ പോകുമെന്ന് ഉറപ്പുവരുത്തി. അക്കാര്യം മേരി പ്രീതയ്ക്ക് മെയിൽ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നിത്യസഹായത്തിന് ഇവിടെയാണല്ലോ വിപിനൻ്റെ താമസമെന്ന് ഓർമ്മ വന്നത്. സ്വാന്തനയിലെ വോളണ്ടിയേഴ്സിനെ ഒപ്പമോ ഒറ്റയ്ക്കോ നിത്യസഹായം പണ്ടൊക്കെ രോഗികളുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ കുറേ കാലമായി ഓഫീസിലെ തിരക്കുകൾക്കിടയിൽ അയാൾക്കത് സാധിക്കാറില്ല. ഇന്നെന്തായാലും സമയമുണ്ട്. വിപിനൻ്റെ അമ്മയെ ഒന്ന് സന്ദർശിക്കാം. വർഷങ്ങളായി അയാൾ ഒപ്പിട്ട് കൊടുക്കുന്ന രസീതികൾ പ്രകാരമാണ് അവർക്കുള്ള ഡയപ്പറുകളും പ്രോട്ടീൻ പൗഡറും ഒക്കെ വീട്ടിലെത്തുന്നത്. മിക്കവാറും സൗജന്യമായി തന്നെ. വിപിനൻ കൊടുക്കുന്നത് വളരെ തുച്ഛമായ വിഹിതമാണ്. ചാരിറ്റബിൾ ട്രസ്റ്റ് ആയതുകൊണ്ട് കണക്ക് പറച്ചിലുകളില്ല. ഭാഗ്യവശാൽ ട്രസ്റ്റിനിപ്പോൾ അത്തരം കാര്യങ്ങളിൽ മുട്ടുമില്ല. ആവശ്യക്കാർക്ക് ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിത്യസഹായത്തിൻ്റെ ഔദ്യോഗിക ബന്ധങ്ങളും സാമൂഹിക പദവിയുമൊക്കെ അതിന് സഹായകരമായിട്ടുണ്ട്. സ്റ്റേഷൻ പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടത്തു നിന്ന് ഇരുവശത്തേക്ക് നോക്കി വണ്ടികളൊന്നും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി നിത്യസഹായം റെയിൽ പാളങ്ങളിലേക്ക് ഇറങ്ങി. അവ ക്രോസ് ചെയ്ത് നടന്നു. ഗുഡ്സ് ഷെഡ് കൂടിയായതുകൊണ്ട് ധാരാളം റെയിലുകളും പ്ലാറ്റ്ഫോമുകളുമുണ്ട്. ചിലയിടത്ത് നിർത്തിയിട്ടതും പാതി തുറന്നതുമായ വാഗണുകൾ. ധാന്യച്ചാക്കുകളുടെ ധാരങ്ങളുടെ നിലത്ത് ചിതറി മുളച്ച പൊടിപ്പുകൾ നടക്കുന്ന വഴിയിലൊക്കെ ധാരാളമുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ തുടർച്ചയായി മഴ പെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള വെയിൽ തുടർന്നാൽ വളരെ പെട്ടെന്ന് ഈ പച്ചപ്പുകൾ കരിഞ്ഞു പോകും. റെയിലിനോട് ചേർന്നുള്ള മിനുസമുണ്ടെന്ന് തോന്നിക്കുന്ന ആ പച്ച പരവതാനിയിൽ ചെരുപ്പുകൾ അഴിച്ച് കാൽപാദങ്ങൾ കൊണ്ട് മെല്ലെ തലോടണമെന്ന് നിത്യസഹായത്തിന് കൊതി തോന്നി. എന്ത് മയമായിരിക്കും! ആദ്യത്തെ മകളുണ്ടായ സമയത്ത് അവളെ കുളിപ്പിച്ച് കണ്ണെഴുതിച്ച് ബേബി പൗഡർ വാരിപ്പൂശി പാല് കൊടുത്തുറക്കി മേരി പ്രീത കുളിക്കാൻ കയറുമ്പോഴൊക്കെ അവളുടെ കുഞ്ഞിക്കിടക്ക മൂടിയിട്ട കൊതുകുവല നീക്കി ആ കവിളിൽ വിരലോടിപ്പിച്ചിരിക്കുമായിരുന്നു നിത്യസഹായം. അത്രയും മിനുസവും സുഗന്ധമുള്ള മറ്റൊരു സ്പർശവും ജീവിതത്തിൽ അയാൾ അനുഭവിച്ചിട്ടില്ല. അയാളുടെ ഉടൽ കോരിത്തരിച്ചു. ഒരിക്കൽ കൂടി അതേ അനുഭവത്തിലൂടെ കടന്നുപോകാൻ ശരീരവും മനസ്സും വെമ്പൽ കൊണ്ടു. താൻ എത്തിച്ചേർന്നുവെന്ന് കരുതുന്ന സ്വസ്ഥതയും ശാന്തിയുമൊക്കെ എത്ര വലിയ കാപട്യമാണെന്ന് അയാൾക്ക് സ്വയം ബോധ്യം വരുന്ന ചില നിമിഷങ്ങൾ കൂടിയാണവ. നനഞ്ഞ കൺപീലികളുടെയോടെ നിത്യസഹായം തൻ്റെ ചെരുപ്പുകൾ അഴിച്ചു. എനിക്കിതിൽ തൊടണം. ആത്മാവിനെ തൊടുന്ന ആ കുളിർമ ഒരിക്കൽ കൂടി അനുഭവിക്കണം. പക്ഷേ അതേ സമയത്ത് തന്നെ വാഗണിൻ്റെ തുറന്നിട്ട വാതിലിലൂടെ ചുവന്ന ഷർട്ടിട്ട് 2 പേർ താഴേക്ക് ചാടിയിറങ്ങി. അവരുടെ കനത്ത കാൽപാദങ്ങൾക്ക് കീഴെ ആ പച്ചപ്പു ഞെരിഞ്ഞമരുന്ന് നിത്യസഹായം നോക്കി നിന്നു. നന്നായി വസ്ത്രം ധരിച്ച അപരിചിതനായ ഒരാളെ അവിടെ അപ്രതീക്ഷിതമായി കണ്ടതുകൊണ്ടാവും അവർ അമ്പരപ്പോടെ എന്താ ഇവിടെ എന്നന്വേഷിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞത് അവർ വിശ്വസിച്ചില്ലെന്ന് തോന്നിയതുകൊണ്ട് നിത്യസഹായം ചെരുപ്പുകളിലേക്ക് കാല് തിരികെ അപ്പുറത്തുള്ള ക്വാർട്ടേഴ്സിലേക്ക് പോകാനാണെന്ന് കൂട്ടിച്ചേർത്തു. ഇതല്ല വഴി. പുറത്തിറങ്ങി മെയിൻ റോഡ് ചുറ്റി ഗുഡ്സ് ഷെഡിൻ്റെ ഗേറ്റ് കടന്നാലാണ് ക്വാർട്ടേഴ്സുകളിലേക്ക് പോകാനാവുക. റെയിൽവേ ജീവനക്കാരും ഞങ്ങൾ കയറ്റിറക്ക തൊഴിലാളികളുമൊക്കെ എളുപ്പവഴിയായി ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സാറിനെ പോലുള്ളവർക്ക് ഇത് പറ്റിയ വഴിയല്ല. ഉടുപ്പ് ചീത്തയാവും. ധാന്യചാക്കുകളുടെ പൊടി ശ്വാസം മുട്ടിക്കും. നിർത്തിയിട്ട വാഗണിനുള്ളിൽ കയറിയോ അല്ലെങ്കിൽ അടിയിലൂടെ നൂണ്ടോ വേണം അപ്പുറത്തേക്ക് കടക്കാൻ. വണ്ടി എപ്പോൾ നീങ്ങി തുടങ്ങുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് അത് വലിയ റിസ്ക്കാണ്. അവർ വിശദമായി നിത്യസഹായത്തോട് സംസാരിച്ചു. താൻ തിരിച്ചുപോയി സ്റ്റേഷന് പുറത്തുള്ള റോഡ് ചുറ്റി വിപിനൻ്റെ വീട്ടിലേക്ക് പോകാനിടയില്ലെന്ന് നിത്യസഹായത്തിന് തോന്നി. അത്രയും സമയം ചെലവഴിക്കാനാവില്ല. അത്രയും ക്ലേശം സഹിക്കണമെന്ന് തോന്നുമില്ല. വെറും കുശലാന്വേഷണം എന്ന് വിചാരിക്കുമ്പോഴും നിത്യസഹായത്തിനറിയാം താൻ നടത്തുന്നത് ഒരു ഇൻസ്പെക്ഷനാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും അമ്മയുടെ ഫോട്ടോയുമൊക്കെയുമായി വിപിൻ സാന്ത്വനയിൽ രജിസ്റ്റർ ചെയ്തിട്ട് വർഷങ്ങളായി. ആദ്യത്തെ തവണ ഒരന്വേഷണം നടത്തിയതല്ലാതെ പിന്നെയൊരിക്കലും ഇവിടേക്ക് ആരും വന്നിട്ടില്ല. വിപിനൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങി മാർക്കറ്റിൽ മറിച്ചു വിൽക്കുകയാണെന്ന് വരാം. അവൻ്റെ അമ്മ മരിച്ചു പോയിരിക്കാം. അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നിന്ന് എണീറ്റ് ആരോഗ്യവതിയായിരിക്കുന്നുണ്ടാവാം. നിത്യസഹായം അക്കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്നത് വേണ്ട എന്നയാൾക്ക് തോന്നി. ധാന്യമുളകൾ വിടർത്തിയിട്ട ആ പച്ചപരവതാനി അയാളെ വിഷാദവാനാക്കിയിരിക്കുന്നു. മിനുസവും സുഗന്ധവുമുള്ള കവിൾത്തടങ്ങൾ തൊടാനായി അയാളുടെ ഹൃദയവും വിരലുകളും ആസക്തിയോടെ തരിക്കുന്നു. കുഞ്ഞുമോൾ കൊതുകുവലയുടെ മുടിക്കകത്ത് ഉറങ്ങിക്കിടക്കുകയാണ്. കുളിമുറിക്കുള്ളിൽ വെള്ളം വീഴുന്ന ഒച്ച കേൾക്കാം. മുടിയിൽ ടവൽ ചുറ്റി തോർത്തുകൊണ്ട് നെഞ്ചത്തേക്ക് ഉയർത്തിക്കെട്ടി സോപ്പിൻ്റെ സുഗന്ധവുമായി വെള്ളത്തിൽ മുങ്ങി നിവർന്ന ഒരാമ്പൽ പൂവിനെ പോലെ മേരി പ്രീത ഇപ്പോഴിറങ്ങി വരും. മോളെ ഉണർത്തിയോ എന്ന് കപടമായി അയാളോട് ദേഷ്യപ്പെടും.
ലോകത്തെ ഏറ്റവും സുന്ദരവും ആനന്ദദായകവുമായ രണ്ട് വസ്തുക്കൾക്കിടയിൽ നിൽക്കുന്നവനായി നിത്യസഹായം തന്നെ തന്നെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണത്. കിടക്കയിലുറങ്ങുന്ന പൊന്നുമകളും നനഞ്ഞു വിടർന്നു നിൽക്കുന്ന സുന്ദരിയായ ഭാര്യയും. രണ്ടിനെയും ചേർത്ത് പുലരാൻ അയാൾക്ക് കൊതിയാവുന്നുണ്ട്. സാറ് തിരിച്ചു പോവാണോ? വെയിലത്ത് നിർത്തിയിട്ട തീവണ്ടികൾക്കിടയിൽ പൊടിപടലങ്ങളാൽ മൂടി വഴിവിട്ട് നിൽക്കുകയാണെന്ന് താനെന്ന് നിത്യസഹായം പെട്ടെന്നറിഞ്ഞു. പലപ്പോഴും ഉണ്ടാകാറുള്ളത് പോലെ ഉണങ്ങാത്ത മുറിവിൽ കൂർത്ത മുള്ളിട്ട് വലിക്കുന്ന അനുഭവം അയാൾക്കുണ്ടായി. താനാകെ മുറിഞ്ഞൊലിക്കുന്നത് പോലെ തോന്നാൻ തുടങ്ങി. അപരിചിതരായ രണ്ടുപേർ അത് നോക്കി നിൽക്കുന്നതെന്ത് അയാളെ ലജ്ജിപ്പിച്ചു. സാറ് വാ, ഇനി ഈ വെയിലത്ത് തിരിച്ചു പോകണ്ട. വേണ്ട എന്ന് പറയാൻ സാവകാശം കൊടുക്കാതെ അവരിലൊരാൾ വാഗണിലേക്ക് ചാടിക്കയറി കൈനീട്ടി നിത്യസഹായത്തെ വലിച്ചു കയറ്റി. അത് കുറച്ച് പ്രയാസം തന്നെയായിരുന്നു. ഇരുമ്പ് ചുവരുകളിലുരഞ്ഞും ഇടയ്ക്ക് വീഴാനാഞ്ഞു ആണെങ്കിലും ഒടുവിൽ അയാൾ അതിനകത്തായി. അപ്പുറത്ത് പ്ലാറ്റ്ഫോമുണ്ട്. അങ്ങോട്ട് ഇറങ്ങാൻ പ്രയാസമില്ല. അതിലൂടെ കുറച്ചു ദൂരം നടന്നാൽ റെയിൽവേ ക്വാർട്ടേഴ്സുകളുടെ നിര കാണാം. നിത്യസഹായത്തെ വാഗണിനുള്ളിലാക്കി ചുവപ്പ് ഷർട്ടുകൾ റെയിൽ പാളങ്ങളിലേക്ക് ചാടിയിറങ്ങി തിരക്കിട്ട് പോയി. ജോലിക്കിടയിൽ ചായ കുടിക്കാനോ മറ്റോ ഇറങ്ങിയതായിരിക്കും അവർ. വാഗണിനുള്ളിൽ അരണ്ട ഇരുട്ടായിരുന്നു. പാതി ഒഴിഞ്ഞതാണ്. കുറേ ലോറികളിൽ കയറ്റി വിട്ടിട്ടുണ്ടാവും. എന്നിട്ടും ഇനിയുമുണ്ട് അട്ടിയായി വെച്ചിരിക്കുന്ന ധാരാളം ചാക്കുകൾ. കനത്ത മണവും പൊടിയും അസ്വസ്ഥതയുണ്ടാക്കിയെങ്കിലും പെട്ടെന്ന് പുറത്തിറങ്ങാൻ നിത്യസഹായത്തിന് തോന്നിയില്ല. അതിനുള്ളിലെ ഇരുട്ടിൽ താൻ ചോർന്ന് തീരുന്നതുവരെ ആരും കാണാതെ ഒളിച്ചു നിൽക്കണം. നടന്നു വന്ന വഴികളിലൊക്കെ കരിയിലകൾ വാരിയിട്ട് കാലടിയാടങ്ങൾ മായ്ച്ചു കളയുന്ന ഒരു സന്യാസിയെപ്പറ്റി പണ്ടെപ്പോഴും വായിച്ചത് നിത്യസഹായത്തിന് ഓർമ്മ വന്നു. താനിരിക്കുന്ന ഇടത്തെപ്പറ്റി ലോകം അറിയാതിരിക്കാനായിരുന്നു അത്. ഭൂതകാലത്തിൻ്റെ ഓർമ്മകളെല്ലാം അങ്ങനെ കരിയിലകൾ വാരിയിട്ടും മൂടിക്കളയാനും സ്വയം കബളിപ്പിക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മരണം ഒരു മായയാണെന്നും അതിനുശേഷം ശരീരം മാത്രമേ ഇല്ലാതാവുന്നുള്ളെന്നും ആ ശരീരവുമായി ബന്ധപ്പെട്ടതൊക്കെ അതേപടി നിലനിൽക്കുകയാണെന്നും മുമ്പ് പലപ്പോഴും എന്ന പോലെ അയാൾക്ക് തോന്നാൻ തുടങ്ങി. അല്ലെങ്കിൽ താനിപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ മകളെക്കുറിച്ച് ഓർക്കേണ്ടതില്ലല്ലോ. ഇത്തരം സന്ദർഭങ്ങളിൽ നിത്യസഹായത്തിന് താനൊരു ശ്വസിക്കുന്ന ശവമാണെന്ന പോലെ സ്വയം അവജ്ഞ തോന്നും. താൻ എത്തിച്ചേർന്നുവെന്ന് അഭിമാനിക്കുന്ന മനഃശാന്തി എത്ര വലിയ കാപട്യമാണ്. അയാൾക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കണമെന്ന വെപ്രാളമുണ്ടാവും. വാഗണിനുള്ള ആ ഇരുട്ടിൽ വിമ്മിട്ടത്തോടെ അയാൾ കുറച്ചധികം സമയം നിന്നിട്ടുണ്ടാവണം. ലോഡെടുക്കാൻ വരുന്ന ലോറികളുടെ ഒച്ചകളെ അടുത്തു വരുന്നതുവരെ. ഇന്ന് താൻ വിപിനൻ്റെ അമ്മയെ സന്ദർശിക്കാൻ വരേണ്ടിയിരുന്നില്ല എന്ന് വീണ്ടും വീണ്ടും വിചാരിച്ചുകൊണ്ടാണ് നിത്യസഹായം വിപിനൻ്റെ ക്വാർട്ടേഴ്സ് കണ്ടെത്തിയത്. തിരിച്ചു പോകാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് അയാൾക്ക് സാധിച്ചില്ല. വേലി കെട്ടിത്തിരിച്ച രണ്ട് മുറ്റങ്ങളുള്ള ഇരട്ട വീടുകളിൽ വിപിനൻ വി എന്നെഴുതിയ വീടിൻ്റെ മുറ്റത്തേക്ക് കമ്പികൾ വളച്ചുണ്ടാക്കിയ ദുർബലമായ ഗേറ്റ് തുറന്ന് അയാൾ കടന്നു ചെന്നു. അപ്പുറത്തെ മുറ്റത്ത് വേപ്പിൻ്റെ തണലിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അവൾ മുറത്തിലെന്തോ ചിക്കുകയാണ്. കോളിംഗ് ബെൽ അടിക്കുമ്പോഴാണ് ഇപ്പോൾ വിപിനൻ വീട്ടിലുണ്ടായിരിക്കുമോ എന്ന ചിന്തയുണ്ടായത്. വിപിനൻ്റെ അമ്മയെ കാണാമെന്ന് കുറച്ച് സമയത്തിന് മുൻപ് തീരുമാനിച്ചപ്പോഴൊന്നും അയാളെ വിളിച്ച് വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് തോന്നാതിരുന്നത് എന്തുകൊണ്ടെന്ന് അയാൾ അമ്പരന്നു. റെയിൽവേ ജോലിക്കാരുടെ ഷിഫ്റ്റൊക്കെ വിചിത്രമാണ്. ഡേ ഡ്യൂട്ടി തന്നെ പല സമയക്രമങ്ങളിൽ. വിപിനൻ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിത്യസഹായത്തിന് അതൊന്നും ഓർത്തിരിക്കാൻ വയ്യ. മണി മുഴങ്ങി കുറച്ച് നിമിഷങ്ങൾ കാത്തിട്ടാണ് ഒരു സ്ത്രീ വാതിൽ തുറന്നത്. അവളുടെ ഉടുപ്പിൻ്റെ മുൻഭാഗവും കൈകളും നനഞ്ഞിരുന്നു. തലമുടിക്കെട്ട് നെറുകയിൽ ഉയർന്നു നിന്നു. എന്തോ ജോലിയിലായിരുന്നിരിക്കണം. ഒഴിഞ്ഞ കണ്ണുകളോടെ അവൾ നിത്യസഹായത്തെ നോക്കി അലസമായി നിന്നു. ആരാദ്യം മിണ്ടിത്തുടങ്ങണമെന്ന അനാരോഗ്യകരമായ ഒരു മത്സരത്തിലാണ് തങ്ങളെന്ന് നിത്യസഹായത്തിന് തോന്നി. ഒന്നും മിണ്ടാതെ എത്രയോ നേരം അവൾ അങ്ങനെ വാതിൽ ചാരി നിൽക്കുമെന്നും അയാൾ തന്നെ സംസാരിച്ചു തുടങ്ങി. വിപിനൻ ഇവിടെയില്ല, ഡ്യൂട്ടിയിലാണ്. വൈകുന്നേരമേ എത്തൂ. എന്തു വേണമെന്നോ ആരാണെന്നോ അവൾക്ക് ചോദിക്കാനിടയില്ലെന്ന് തോന്നിയതുകൊണ്ട് നിത്യസഹായം താൻ സാന്ത്വനയിൽ നിന്നാണെന്നും അമ്മയെ കാണാൻ വന്നതാണെന്നും പറഞ്ഞ് ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുത്തു. അവൾ അതിലേക്കൊന്ന് നോക്കിയിട്ട് വാതിൽക്കൽ നിന്ന് മാറി നിന്നു. നിത്യസഹായം അകത്ത് കയറിയപ്പോൾ അവൾ അമ്മയുടെ മുറി കാണിച്ചു കൊടുത്തു. ചെറിയ മുറികളാണ്, ഇടുങ്ങിയ ജനാലകൾ. വായുസഞ്ചാരവും വെളിച്ചവും കുറഞ്ഞ ഇത്തരം വീടുകൾ മനുഷ്യർക്ക് താമസിക്കാൻ തന്നെയാണോ ഉണ്ടാക്കിയിടുന്നതെന്ന് നിത്യസഹായം സംശയിക്കാറുണ്ട്. താഴ്ന്ന ജീവനക്കാർക്ക് ഇതൊക്കെ മതിയെന്നാവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ബ്യൂറോക്രാറ്റുകളുടെ ചിന്ത. അതേസമയം അവർക്ക് താമസിക്കാൻ വലിയ ബംഗ്ലാവുകൾ ഉണ്ടാവുകയും ചെയ്യും. നിത്യസഹായവും ഏറെക്കാലം അത്തരത്തിലൊരാളായിരുന്നു. മുറിയിൽ ഡെറ്റോളിൻ്റെയും ഏതോ പൂക്കളുടെയും ഗന്ധം തങ്ങി നിന്നു. കിടക്കയിലെ സ്ത്രീ കണ്ണു തുറന്നിരിക്കുകയായിരുന്നു. തലയണകൾ വെച്ച് കട്ടിൽ ക്രാസിയിലേക്ക് അവരുടെ തലയൽപ്പം ഉയർത്തി വെച്ചിട്ടുണ്ട്. നീളൻ തലമുടി കട്ടിലിൻ്റെ താഴെ വെച്ച ബേസിനിലേക്ക് വീണു കിടക്കുന്നു. ആ പെൺകുട്ടി അവരുടെ മുടി കഴുകുകയായിരുന്നുവെന്ന് നിത്യസഹായത്തിന് തോന്നി. പൂക്കളുടെ സുഗന്ധമെന്ന് തോന്നിയത് ഷാമ്പൂവിൻ്റെ മണമായിരിക്കണം. 5-8 വർഷമായി കിടപ്പിലായ ഒരു സ്ത്രീയുടെ തലമുടി പോലെ ആയിരുന്നില്ല അവരുടെ മുടി.
അങ്ങിങ്ങ് വെള്ളി നൂലുകളോടിയ അത് ആരികത്തോടെയും ഭംഗിയോടെയും അഴിഞ്ഞു കിടക്കുന്നു. അവരുടെ കിടക്കയ്ക്കരികിൽ കിടന്ന കസേരയിൽ അവൾ ക്ഷണിക്കാതെ തന്നെ നിത്യസഹായിരുന്നു. വിനോദിനി എന്നാണ് അവരുടെ പേരെന്ന് അയാൾക്കറിയാം. അയാൾ അവരെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചു. തുറന്ന കണ്ണുകൾ ശൂന്യമാണ്. മുഖവും തൊലിയുമൊക്കെ വരൾച്ചയില്ലാതെ സ്വാഭാവികാവസ്ഥയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നെറ്റിയിൽ ഓറഞ്ച് നിറത്തിലുള്ള കുറി തൊട്ടിരിക്കുന്നു. വീടിനുള്ളിലൂടെ എഴുന്നേറ്റ് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് വന്നു കിടന്നതുപോലെ ഇവരെ കണ്ടാൽ തോന്നൂ. നല്ല പരിചരണം ലഭിക്കുന്ന ഭാഗ്യവതിയായ സ്ത്രീയെന്ന് നിത്യസഹായം വിചാരിച്ചു. അമ്മ വിനോദിനി എന്ന് ഉറക്കെ 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ അവരുടെ മുഖത്ത് നേരിയ ചിരി വിടർന്നതായി പോലും അയാൾക്ക് തോന്നി. ആ പെൺകുട്ടി വിനോദിനിയുടെ മുടി വിടർത്തിയിട്ട് തലയണ താഴ്ത്തി അവരെ നേരെ കിടത്തിക്കൊണ്ട് അമ്മയ്ക്ക് ആളുകളെ മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല എന്ന് അയാളോട് പറഞ്ഞു. അവരെ വിളിക്കുന്നത് പാഴ്ശ്രമമാണെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നിരിക്കും അവൾ. നിത്യസഹായത്തിന് അവളോട് സംസാരിക്കണമെന്ന ആഗ്രഹം തോന്നി. ഇത്രയും തലമുടി ഇത് മുറിച്ച് ചെറുതാക്കിക്കൂടെ? വിയർപ്പിറങ്ങി നീരിളക്കം പിടിക്കും. എന്നും തല കുളിപ്പിക്കുന്നതും അപകടമാണ്. അറിയാം, പക്ഷേ വിപിനൻ അതിന് അനുവദിക്കുകയില്ല. ജലദോഷവും നീരിളക്കവും പിടിക്കാതിരിക്കാൻ ഞാൻ കഴിയുന്നത്ര ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും ഒരു കിടപ്പുരോഗിക്ക് ഇത് വലിയ ഭാരം തന്നെയാണെന്ന് ഞാൻ വിപിനോട് പറയാതെയല്ല. അമ്മ എന്നെങ്കിലും എണീറ്റ് വരുമ്പോൾ മുടി നഷ്ടപ്പെട്ടത് സഹിക്കില്ലെന്നാണ് വിപിനൻ പറയുന്നത്. അവളുടെ ശബ്ദത്തിൽ ഒരു വികാരവുമില്ലെന്ന് നിത്യസഹായത്തിന് തോന്നി. കാണാതെ പഠിച്ച ഒരു ഉത്തരം പറയുന്നത് പോലെ യാന്ത്രികമായി സംസാരിക്കുകയാണവൾ. അമ്മയെ നന്നായി നോക്കുന്നുണ്ടെന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു മുഖവും സ്കിന്നുമൊക്കെ ഇത്രയും ഫ്രഷായി തന്നെ ഇരിക്കുന്നെങ്കിൽ അതിന് കാരണം ശ്രദ്ധാപൂർവമുള്ള പരിചരണം തന്നെയാണെന്നും നിത്യസഹായം പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു വാടിയ ചിരി പടർന്നു. അത് സന്തോഷമോ അഭിമാനമോ കൊണ്ടുള്ള ചിരിയല്ല എന്ന് നിത്യസഹായത്തിന് തോന്നി. അവൾ തന്നെ പരിഹസിക്കുകയാണോ? അവളൊരു നേഴ്സായതുകൊണ്ടാണ് ഇത്രയും നന്നായി അമ്മയെ നോക്കാൻ കഴിയുന്നതെന്നും താൻ പോയിട്ടുള്ള പല വീടുകളിലും വളരെ ശോചനീയമായിരുന്നു രോഗികളുടെ അവസ്ഥയെന്നും നിത്യസഹായം കൂട്ടിച്ചേർത്തത് താൻ പറഞ്ഞത് അവളെ വിശ്വസിപ്പിക്കാനായിരുന്നു. ഇവിടെ എല്ലാവരും ഉള്ളിൽ അഴുകുകയാണ് സാർ. ഈ കിടക്കുന്ന അമ്മ മാത്രമല്ല, എല്ലാവരും. പുറത്തേക്ക് കാണാതിരിക്കാൻ, അറിയാതിരിക്കാൻ ലോഷനുകളിലും പൗഡറിലും കുളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നേയുള്ളൂ. നിത്യസഹായം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകളായിരുന്നു അവൾ പറഞ്ഞത്. ഒരു ഇടത്തരം വീട്ടമ്മയുടെ നാവിൽ നിന്ന് ഉതിരുമെന്ന് വിചാരിക്കാൻ കഴിയാത്തത്. നീണ്ട കാലം കിടപ്പിലായ രോഗികളുള്ള വീടുകൾക്കും വീട്ടിലെ ആളുകൾക്കും ഒരു വിഷാദഭാവമുണ്ടെന്ന് നിത്യസഹായത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ രോഗത്തിൻ്റെ മണം ശ്വാസം മുട്ടിക്കും. അതുതന്നെയാണോ മരണത്തിൻ്റെ മണമെന്ന് അയാൾ ഓർക്കാറുമുണ്ട്. ഈ മുറിക്കുള്ളിൽ പക്ഷേ പൂക്കളുടെ സുഗന്ധമായിരുന്നു. എന്നിട്ടും ആദ്യമായി കാണുന്ന തന്നോട് അവൾ ഉള്ളിലെ ജീർണതയെക്കുറിച്ച് പറയുന്നു. ഇനിയും പൂർണ്ണമായി കരിച്ചു കളയാനാവാത്ത ഒരു അർബുദ വളർച്ച തൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് വീണ്ടും തിരിച്ചറിഞ്ഞ ദിവസമായതുകൊണ്ടാവും നിത്യസഹായത്തിന് അവളോട് വാത്സല്യവും സ്നേഹവും തോന്നി. കഥ തുടരും.